Atma Namaste. Okay. Good evening, everyone. ഇന്ന് ഈ മാസത്തിന് വളരെ വലിയ ഒരു പ്രത്യേകതയുണ്ട്. 2025 അവസാനത്തെ മാസമാണ്. വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 5 ബുധനാഴ്ചകൾ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 5 ബുധനാഴ്ചകളിലായിട്ട് നമുക്ക് പല പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള ഒരു വലിയ ഒരു ഭാഗ്യം ഉണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു മാസത്തില് രണ്ടാമത്തെ സെഷൻ, ഇന്നത്തെ ഈ സെഷൻ വളരെ പ്രത്യേകതയുള്ളതാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഓരോരുത്തരും അവരവരുടെ പ്രശ്നങ്ങളുമായിട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്നു. ഒരു കൂട്ടര് പ്രശ്നം വന്നത് എങ്ങനെയെങ്കിലും ഒന്ന് സോൾവ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാതെ സോൾവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ കൂടെ വരുന്ന പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ പല പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ആയിട്ട് നിൽക്കുന്ന ഒരു പലരും അത്തരം സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടാകും. ആരും അങ്ങനെ എന്റെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയി, ഞാൻ വളരെ സന്തോഷവാനാണ് എന്ന് പറയുന്ന ഒരാളെ കിട്ടിയിട്ടില്ല, കാണാൻ കിട്ടാറില്ല നമുക്ക് പലപ്പോഴും. ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ തന്നെ നമുക്ക് ഇവന്റെ ഒരു പ്രശ്നം സോൾവ് ആയോ, എന്താ പിന്നെ ഇനി ഒരു പ്രോബ്ലം അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം എന്നുള്ള അങ്ങനെയൊക്കെയുള്ള സാധാരണമായ ഒരു സന്ദർഭങ്ങളിലൂടെയൊക്കെ ആയിരിക്കും നമ്മൾ പലപ്പോഴും കടന്നു പോകുന്നത്. ആ സമയത്താണ് ഇന്നത്തെ ഒരു ടോപ്പിക് കാണാൻ പറ്റിയത്. അതായത് നമുക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ടോപ്പിക്, സോൾവ് യുവർ പ്രോബ്ലംസ് ബിഫോർ ദി ഒക്കർ. അതായത് ഒരു പ്രോബ്ലം വരുന്നതിന് മുൻപ് തന്നെ അത് ഐഡന്റിഫൈ ചെയ്യാന്നല്ല പറയുന്നത്. ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ സോൾവ് ചെയ്യാനും കൂടെ പറ്റും എന്നാണ് ആ ടോപ്പിക്കിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അപ്പൊ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്താൽ സോൾവ് ആക്കാൻ പറ്റും. അത് ഒക്കർ ചെയ്യുന്നതിന് മുൻപ്, അതായത് അങ്ങനെ ഒരു കാര്യം വരുന്നതിന് മുൻപ് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയാലോ. അപ്പൊ ഇതിലപ്പുറം നമുക്ക് എന്താ വേണ്ടത് അല്ലേ? ഇത്രയും വലിയൊരു സൗഭാഗ്യം അത് ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും അതെന്താണെന്ന് മനസ്സിലാക്കാം. നമുക്ക് അതിനൊപ്പം സഞ്ചരിച്ചുകൊണ്ട് അത് എന്താണെന്ന് മനസ്സിലാക്കി അത് പ്രാവർത്തികമാക്കാനുള്ള ശ്രമങ്ങളും നമ്മുടെ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോ ആ ഒരു വളരെ വിലപ്പെട്ട പുതിയ സബ്ജക്റ്റിലേക്ക് ഞാൻ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ ഒരു സെഷൻ നമുക്ക് തരുന്ന സ്കൂൾ ഓഫ് സോഹം സോഹത്തിലൂടെ നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിത്വമാണ്. സാറിനെ പ്രത്യേകിച്ച് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. എങ്കിൽ പോലും 16 വർഷത്തിലേറെയായി പ്രാണിക് ഹീലിംഗ് പ്രാക്ടീസ് ചെയ്യുകയും പഠിപ്പിക്കുകയും ഹീൽ ചെയ്തുകൊണ്ട് ഇരിക്കുകയും ചെയ്യുന്ന, വളരെയധികം നമുക്ക് ഏതൊരു സമയത്തും നമുക്ക് അപ്രോച്ച് ചെയ്യാവുന്ന, ഏതൊരു പ്രോബ്ലത്തിനും ഒരു സൊല്യൂഷനുമായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹമാണ് ഇന്ന് നമുക്ക് ക്ലാസ് അല്ലെങ്കിൽ ഈ സെഷൻ എടുത്തു തരുന്നത്. എന്നതിനപ്പുറം പ്രോബ്ലം ഉണ്ടാകാതെ നോക്കാനും അതല്ലെങ്കിൽ അതിന് മുൻപ് തന്നെ പരിഹരിക്കാനുമുള്ള സൊല്യൂഷനുമായിട്ട് നമുക്ക് നമ്മുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. ഈ പ്രത്യേകമായ ഈ സെഷനിലേക്ക് ബിജു സാറിനെ ഞാൻ പ്രത്യേകം ക്ഷണിക്കുന്നു. നിങ്ങളോടൊപ്പം തന്നെ നിങ്ങളെയും അതിലേക്ക് അദ്ദേഹത്തിനെ ക്ഷണിക്കാനായിട്ട് ഞാൻ കേട്ടിരിക്കുകയാണ്. ഇന്നത്തെ ഈ സെഷൻ ഏറ്റവും മനോഹരമായ ഒരു സെഷൻ ആയിരിക്കും എന്ന പ്രതീക്ഷയോടും എല്ലാവരെയും ഒന്നുകൂടെ ഞാൻ ക്ഷണിക്കുന്നു. നമസ്തേ. താങ്ക് യു. Thank you, Ranendra sir. Atma Namaste. ഞാൻ സെഷനിൽ ഇരിക്കാൻ നേരത്തെ വളരെ റിലാക്സ്ഡ് ആയിട്ടായിരുന്നു ഇരുന്നത്. സോ രാമേന്ദ്ര സാറിന്റെ ഇൻട്രൊഡക്ഷൻ ഒക്കെ കേട്ടപ്പോൾ ഈ പ്രോബ്ലംസ് അത്
ഐഡന്റിഫൈ ചെയ്യുക, സോൾവ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിച്ചു ഈശ്വര ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടല്ലോ ഈ സെഷനിൽ നിന്നുള്ളത്. സോ ഒരു ഹാഫ് ആൻ അവറിൽ നമുക്ക് അതിന്റെ ഒരു ചില പ്രധാനപ്പെട്ട കാരണങ്ങൾ, നമുക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ, അതേ സമയത്ത് നമുക്ക് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുക. അതാണ് ഇന്നത്തെ സെഷനിൽ ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. എന്നും നമുക്ക് പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ സാർ തരാറുണ്ട്. ആ പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പൊ വീണ്ടും ടെൻഷനായി. ഇപ്പൊ നിങ്ങൾ പ്രതീക്ഷിച്ചത് അറിഞ്ഞപ്പോഴേ അത് സാധാരണമായിട്ട് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. അങ്ങനെ സംഭവിക്കട്ടെ. അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ. നമുക്കൊരു പ്രാർത്ഥനയോടെ തുടങ്ങും. നിങ്ങൾ നാവ് കണക്ട് ചെയ്യുക, നിങ്ങളുടെ കൈ കൂപ്പി പിടിക്കുകയോ കൈ തുറന്നിരിക്കുകയോ ചെയ്യാം. സർവശക്തനും കരുണാമയനുമായ സർവീശ്വര, ഞങ്ങളുടെ ആത്മീയ ഗുരുനാഥൻ, എല്ലാ ആത്മീയ ഗുരുക്കന്മാരെ, ഉന്നതരായ ആത്മീയ സഹായകരെ, മഹത്തുക്കളെ, ഞങ്ങളിലേക്ക് വർഷിക്കുന്ന എല്ലാ ദിവ്യമായ അനുഗ്രഹങ്ങൾക്കും മാർഗനിർദ്ദേശങ്ങൾക്കും സഹായ സംരക്ഷണങ്ങൾക്കും ഞങ്ങളിതാ നന്ദി പറയുന്നു. പൂർണ്ണ വിശ്വാസത്തോടെ വിനയത്തോടെ നന്ദി അർപ്പിക്കുന്നു. സോ താങ്ക് യു വെരി മച്ച് രാമേന്ദ്ര സാർ. താങ്ക് യു. ആത്മ നമസ്തേ. എല്ലാവർക്കും നമസ്തേ. സോ നമ്മുടെ സെഷൻ, നമുക്കൊരു പ്രോബ്ലം അത് ഉടലെടുക്കുന്നതിന് മുമ്പ് നമുക്ക് എങ്ങനെ അത് സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ സോൾവ് യുവർ പ്രോബ്ലംസ് ബിഫോർ ദേ ഒക്കർ, അത് സംഭവിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം പ്രകടമാവുന്നതിന് മുമ്പ് നമുക്ക് എങ്ങനെ അതിനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളുടെ ടോപ്പിക്. ഓക്കെ. സോ നമ്മൾ ആദ്യം എല്ലാ കാര്യങ്ങളും ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്. നമ്മൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് വേറൊരാള് പ്രോബ്ലം ഉണ്ടാക്കുന്നില്ല. ഓക്കെ, ഒരാളും നമുക്ക് പ്രോബ്ലം ഉണ്ടാക്കുന്നില്ല. നമ്പർ 1, നിങ്ങൾ ആരെ നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എഴുതി വെച്ചോളൂ. വേറൊരാൾക്കും നമുക്ക് പ്രോബ്ലം ഉണ്ടാക്കാൻ, നമ്മളെ പ്രോബ്ലത്തിലാക്കാൻ വേറൊരാൾക്കും സാധിക്കില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ആൾക്കാർ ചോദിക്കും, ഇന്ന ആള് വഴിയാണല്ലോ എനിക്ക് പ്രോബ്ലം വന്നത്. അയാൾ ആ പ്രോബ്ലം കൊണ്ടു തന്നിട്ടേ ഉള്ളൂ. ഓക്കെ, ആ പ്രോബ്ലം ഉണ്ടാക്കിയത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ PSC ടെസ്റ്റ് എഴുതി പാസ്സായി കഴിഞ്ഞാൽ അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊണ്ടുതരുന്ന ആളാണ് പോസ്റ്റ്മാൻ. ആ പോസ്റ്റ്മാൻ ആണോ നിങ്ങൾക്ക് ജോലി കൊണ്ടു തന്നത്? അല്ല, അത് നിങ്ങൾ നേടിയെടുത്തതാണ്. നിങ്ങൾ പരീക്ഷ എഴുതി നേടിയെടുത്തതാണ്. ആ പോസ്റ്റ്മാൻ നിരപരാധിയാണ്, അയാളത് കൊണ്ടു തന്നെന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ പല പ്രോബ്ലംസും നമുക്ക് പലരും ഉണ്ടാക്കുമ്പോൾ അവരുണ്ടാക്കിയതല്ല അത്. നമ്മള് വിതച്ച പ്രോബ്ലം കൊയ്യാൻ അവരൊരു കാരണക്കാരായി, അല്ലെങ്കിൽ അവരൊരു നിമിത്തായി, അവരൊരു മീഡിയായി, അവരല്ലെങ്കിൽ വേറൊരാൾ. ഓക്കെ, ചില ആൾക്കാർ പറയും, എൻ്റെ ഓഫീസിലെ ഏറ്റവും വലിയ പ്രോബ്ലം ഇയാളാണ്, എൻ്റെ ബോസാണ്, അയാൾ മാറിയാൽ റെഡിയാവും. അയാൾ മാറിക്കഴിഞ്ഞാൽ അടുത്ത ആൾ വന്നപ്പോൾ ഇയാളെക്കാളും വലിയ പ്രശ്നം. അപ്പൊ അയാളായിരുന്നില്ല പ്രോബ്ലം ആർക്കായിരുന്നു? പ്രോബ്ലം നമുക്കാ, നമ്മൾ വിതച്ച പ്രോബ്ലം. ആ വിതച്ച പ്രോബ്ലം ഒരാളിലൂടെ അല്ലെങ്കിൽ മറ്റൊരാളിലൂടെ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. സോ നമ്മൾ വിതച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊയ്തിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ പ്രോബ്ലം കൊയ്യാതിരിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് വിതയ്ക്കാതിരിക്കുക, നമ്പർ 1. ഓക്കെ, കൊയ്യണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വിതയ്ക്കാതിരിക്കുക. ഇനി ഇത് നമ്മൾ എത്ര കേട്ടാലും ഇപ്പോഴും നമ്മളിപ്പോ പറയും, എനിക്ക് കർമ്മനിയമമൊക്കെ അറിയാം, 100% ഞാൻ വിശ്വസിക്കുന്നു, കർമ്മനിയമം ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും നമുക്ക് എപ്പോഴെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മളത് വേറൊരാളെ തലയിലാക്കുക. ഓക്കെ, നിങ്ങളത് എനിക്കറിയില്ല, ഞാൻ അങ്ങനെയാ ചെയ്യാം ഇപ്പോഴും. ഏറ്റവും മിനിമം കുറച്ച് മിനിറ്റുകളിലേക്കെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ എന്നാലും അയാൾ എന്നോട് അത് ചെയ്തല്ലോ എന്ന് പറയുമ്പോ എനിക്ക് ഓർമ്മ വരും, അയ്യല്ലോ അയാളല്ലല്ലോ, അയാൾ കൊണ്ടു തന്നതല്ലേ ഉള്ളൂ, ഇത് ഞാൻ തന്നെ ആർക്കോ ചെയ്തത് എനിക്ക് തിരിച്ചു വന്നതാണല്ലോ. പക്ഷെ ഫസ്റ്റ് വരുന്ന തോട്ട് വേറെ ആളെ തലയിലിടാനിരിക്കും. ചിലപ്പോൾ ഒരു മിനിറ്റോ 2 മിനിറ്റോ ഒക്കെ നീണ്ടു നിൽക്കുള്ളൂ ചിന്ത. പിന്നെ നമ്മൾ റിയലൈസ് ചെയ്യും ഞാൻ തന്നെയാണ്. അപ്പൊ ഒരു വിനയവും ഭവ്യതയും ആ ജാടയൊക്കെ ഒന്ന് കുറഞ്ഞ്
കുറച്ചൊരു ഒരു 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 ഒതുക്കവും ഒക്കെ വരും. ചിലപ്പോൾ ഈ തോന്നൽ ഉണ്ടാവാൻ കുറച്ച് സമയമെടുക്കും. ആ സമയത്ത് മുഴുവനും ഒരു സെക്കൻഡ് ഒഴിവില്ലാതെ ഈ വ്യക്തിനെയോ ഈ വ്യക്തികളെയോ സാഹചര്യങ്ങളെയോ ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരെ മുഴുവൻ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ ഏതോ ഒരു മൊമെന്റിൽ ഓർമ്മ വരും, അതല്ല പാവങ്ങൾ, ഞാൻ വിതച്ച് ഞാൻ കൊയ്തു എന്നേ ഉള്ളൂ, അവരെ പറഞ്ഞിട്ട് എന്താ കാര്യം തോന്നും. അന്നേരം ഒരു ആശ്വാസമൊക്കെ തോന്നും, അവരെയൊക്കെ ഫൊർഗീവ് ചെയ്യും, റിലീസ് ചെയ്യും. ഇതാണ്. സോ ഇത് ഇത് ഞാൻ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഇത് ഞാൻ എൻ്റെ ഒരു വൈകല്യത്തെ നിങ്ങളെ മുന്നിലെടുത്ത് പറയുന്നൊന്നുമല്ല. ഇപ്പം ഈ കാര്യത്തിനെ പറ്റി ക്ലാസ് എടുക്കുന്ന ആളാണ് ഞാൻ, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി നിരന്തരം ആൾക്കാരോട് പറഞ്ഞിരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഇപ്പോഴും നമുക്ക് ഫസ്റ്റിൽ നമുക്ക് ഉണ്ടാവുക, നമ്മുടെ ശീലം അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോൾ നമ്മൾ ഉടനെ നമ്മളല്ല അത് വേറൊരാളെ തലയിൽ ഇടാനാണ് നോക്കുക. ആ സമയത്ത് നമ്മൾ ഇതൊന്നും ഓർക്കില്ല, കർമ്മനയം ഒന്നും ഓർക്കില്ല. അതേ സമയത്ത് ഇത് വേറൊരാളുടെ ജീവിതത്തിലാണ് ഒരു പ്രോബ്ലം വന്നെന്നുണ്ടെങ്കിൽ അന്നേരം നമ്മൾ കൃത്യമായിട്ട് കർമ്മനയം ഓർക്കും. നമ്മൾ എന്ത് പറയും? അവനത് വേണം, അവൻ വിതച്ചത് തന്നെയാണ്, അതല്ല അതിലപ്പുറം അവൻ അർഹിക്കുന്നുണ്ട് പറയും. പക്ഷെ നമ്മളെ ജീവിതത്തിലാണെങ്കിലോ പെട്ടെന്നൊന്നും ഓർമ്മ വരില്ല, പെട്ടെന്ന് ഇത് വേറെ ആരെയും തലയിൽ ഇടാനാണ് ഓർക്കുക. ഓക്കെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ ഏറ്റവും ആദ്യം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ റിയലൈസ്ഡ് ആവുക, നമുക്ക് എന്തെല്ലാം നല്ലതായാലും മോശമായാലും എന്ത് പ്രോബ്ലം വന്നാലും ഇതൊക്കെ നമ്മൾ വിതച്ചത് കൊയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതാണ് ആദ്യം നമ്മൾ റിയലൈസ് ചെയ്യേണ്ട കാര്യം. അപ്പൊ നിങ്ങൾ ആരെയും നോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ പ്രോബ്ലം എന്ന് എഴുതുക, ഒരു ആരോ മാർക്ക് ഇടുക, ഇത് നമ്മൾ വിതച്ചത് തന്നെയാന്ന് എഴുതി വെക്കുക. നിങ്ങളേതായ ഭാഷയിൽ എഴുതി വെക്കുക, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതി. ഓക്കെ. സോ നമ്മൾ പറയാം, നമ്മളിപ്പോ നെല്ല് കൊയ്യാനാണെങ്കിലും തേങ്ങ വലിക്കാനാണെങ്കിലും ഒക്കെ വേറെ ആൾക്കാരെ ഏൽപ്പിക്കും. ഇതൊന്നും അവര് കൊണ്ടുതരുന്നതല്ല, നമ്മൾ വിതച്ചത് നമ്മൾ നട്ടത് ഒരാൾ കൊയ്ത് തന്നേ ഉള്ളൂ. അർഹതപ്പെട്ടേ നമുക്കാ. നമ്മളെ വയലിൽ നിന്ന് കൊയ്തത് അവര് കൊണ്ടുപോകില്ല, അത് നമുക്ക് തന്നെ തരും. കാരണം നമ്മളാ വിതച്ചത്. നമ്മളെ തെങ്ങിന്ന് പറിച്ച തേങ്ങ അവര് കൊണ്ടുപോകില്ല, നമുക്ക് തന്നെ തരും. കാരണം എന്താ? നമ്മളാ വിതച്ചത്, അത് നമുക്ക് അർഹതപ്പെട്ടതാ. അതുകൊണ്ട് പലരും ഇത് കൊയ്ത് തരാനൊക്കെ നമ്മളെ സഹായിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് അനുഭവിക്കാൻ വേണ്ടി കൃത്യമായിട്ട് വിതച്ചത് കൃത്യമായ അളവിൽ കൊയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വേറൊരാൾക്കും നമ്മളെ ജീവിതത്തില് പ്രോബ്ലംസ് സൃഷ്ടിക്കാൻ സാധിക്കില്ല. നമ്പർ 1. ഓക്കെ. ഇനി നമ്മൾ എന്തും വിതയ്ക്കുന്നതും കൊയ്യുന്നതുമായിട്ട് ഒരു കാലതാമസമുണ്ട്. ഇന്ന് വിതച്ചാല് ഇന്ന് കൊയ്യാൻ പറ്റില്ല, ഇന്ന് വിതച്ചാല് നാളെ കൊയ്യാൻ പറ്റില്ല, ഇന്ന് വിതച്ചാല് പല സാധനങ്ങളും ഈ ആഴ്ച കൊയ്യാൻ പറ്റില്ല. ചെറിയ ചെറിയ ചില പയറ് പോലത്തെ ചില പച്ചക്കറികളൊക്കെ ഉണ്ട്, ചീരയൊക്കെ ഉണ്ട്, അതൊക്കെ ഒരാഴ്ചയോ 2 ആഴ്ചയോ 14 ദിവസം 12 ദിവസം കൊണ്ടൊക്കെ വിളവെടുക്കാം. അപ്പോഴും ഒരാഴ്ച മിനിമം വെയിറ്റ് ചെയ്യണം. ചില സാധനങ്ങളാണെങ്കിൽ മാസങ്ങൾ എടുക്കും, ചിലത് വർഷങ്ങൾ എടുക്കും. അപ്പൊ നമ്മൾ വിതച്ചതിന് അത് നമ്മൾ പറയില്ലേ, അത് എന്തായിട്ടേ ഉള്ളൂ, അത് വിതച്ചു, അത് മുളച്ചു വന്നു, അത് ഇല വന്നു, ചെടിയായി, അത് പൂവിട്ടു, കായ്ച്ചു, ഫലം തരാൻ എടുക്കുന്ന ഒരു സമയം. ഇതേപോലെ നമ്മൾ എന്ത് വിതയ്ക്കുന്നതും അത് ഫിസിക്കലൈസ് ചെയ്യുന്നതിന് മുമ്പ്, അത് നമ്മൾ ഭൗതികമായിട്ട് നമ്മൾ അനുഭവിക്കുന്നതിന് മുന്നിൽ കുറേ പ്രോസസ്സ് ഉണ്ട്. എങ്ങനെയാണോ ഒരു ചെടി വളർന്ന് വന്ന് പൂവിട്ട് കായ്ഫലം നമുക്ക് തരുന്നത്. അപ്പൊ ഒരു വാഴയെ വെച്ചെന്നുണ്ടെങ്കിൽ ആ വാഴ വളർന്നു വരണം, അത് കൊലയ്ക്കണം, എന്നിട്ട് അത് മൂത്ത് പഴുത്ത് വരണം, അപ്പോഴാണ് നമുക്ക് ആ ഫലം കിട്ടുക. അപ്പൊ ഒരു പ്രോസസ്സാണ്, അങ്ങനത്തെ ഒരു പ്രോസസ്സ് ഉണ്ട്. അതേപോലെ ഏത് ഫലവും നമ്മൾ കൊയ്യുന്നതിന് മുമ്പ് ഒരു പ്രോസസ്സ് ഉണ്ട്. ഓക്കെ. നമുക്ക് സിമ്പിൾ ആയിട്ട് ആ പ്രോസസ്സ് എന്താണെന്നൊന്ന് ഡിസ്കസ് ചെയ്യാം. സിമ്പിൾ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്ന്, നിങ്ങൾ എന്ത് വിതയ്ക്കുന്നതും ഇത് എക്സാക്ട്ലി ഈ അർത്ഥത്തിലല്ല. ഇപ്പൊ നമ്മൾ പ്രാണിശീലം പഠിച്ചവരും അല്ലാത്തവരും പബ്ലിക് ഒക്കെ ഉള്ളത് കൊണ്ട് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ പറയുന്നേ. ഒന്ന്, നമ്മൾ ആദ്യം തന്നെ എന്തും വിതയ്ക്കുന്നത് നമ്മുടെ മനസ്സിലാണ്, അല്ലെങ്കിൽ നമ്മുടെ മാനസിക തലത്തിലാണ്, മെന്റൽ പ്ലെയിനിലാണ്, അല്ലെങ്കിൽ മനോമയ കോശത്തിലാണെന്ന് പറയാം. അതായത് നമുക്ക് സിംപിളി പറയാം, നമ്മളെ മനസ്സിലാണ്, നമ്മളെ മൈൻഡിലാണ് നമ്മൾ ആദ്യം എന്തും വിതയ്ക്കുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു ഒരു 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 ആഗ്രഹമാണ്, ഒരു വണ്ടി മേടിക്കണം എന്നൊരാഗ്രഹം. അപ്പൊ അത് ആദ്യം നിങ്ങൾ എവിടെയാ വിതച്ചത്? നിങ്ങളുടെ മനസ്സിലൊരു ചിന്തയായിട്ടാണ് തോന്നുന്നത്. ഓക്കെ. അപ്പൊ അതാണ് ഫസ്റ്റ് തലം. ഓക്കെ, അതൊരു ആഗ്രഹമായിട്ടിരുന്നു. ഇനി
ആ ആഗ്രഹം ഒരു തോട്ടായിരുന്നു, ഒരു ചിന്തയായിരുന്നു. നിങ്ങൾ ഇത് തന്നെ ചിന്തിച്ചിരിക്കുമ്പോൾ പിന്നെ നിങ്ങൾക്ക് അതൊരു ഒരു ഒരു ഡിസയർ ആയിട്ട് മാറും. ഡിസയർ ആയിട്ട് മാറും. സ്വിഫ്റ്റ് ഡിസയർ അല്ല കേട്ടോ. വണ്ടി എന്ന് പറഞ്ഞപ്പോൾ ഡിസയർ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. ഡിസയർ എന്ന് പറഞ്ഞാൽ നമ്മളെ ആ ഒരു ആഗ്രഹമായിട്ട് അത് മാറും. അപ്പോഴത്തേക്ക് അത് ഇമോഷൻസ് ആയിട്ട് മാറി. അപ്പൊ എന്തായി? നേരത്തെ ഉണ്ടായിരുന്ന മൈൻഡിൽ ഉണ്ടായിരുന്ന മെന്റൽ തലത്തിൽ ചിന്തയിൽ ഉണ്ടായിരുന്നത് അത് എവിടേക്ക് വന്നു? അത് ഇമോഷണൽ തലത്തിലേക്ക് വന്നു. നമുക്ക് ഒരു ഇമോഷൻ, നമുക്കൊരു ആഗ്രഹം ഉണ്ടാവുക, ഒരു ആസക്തി, ഒരു ആഗ്രഹം, ഒരു ഡിസയർ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അത് എന്ത് വില കൊടുത്തു അത് നേടും. അത് നേടുമ്പോഴാണ് അത് ഫിസിക്കലൈസ് ചെയ്യുന്നത്, ഭൗതികവൽക്കരിക്കുന്നത്. അപ്പൊ അത് ആദ്യം എവിടെയായിരുന്നു? ആദ്യം അത് മാനസിക തലത്തിലായിരുന്നു. പിന്നീട് അത് വൈകാരിക തലത്തിലേക്ക് വന്നു. വൈകാരിക തലത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് അതിനുള്ള ഒരു പാഷനും ഒരു ഡിസയർ ഒക്കെ തോന്നുന്നു. പിന്നെ എവിടേക്ക് വന്നു? അത് ഫിസിക്കലൈസ് ചെയ്തു, നമ്മളത് മേടിച്ചു. പക്ഷെ ഇങ്ങനെ ഒരു പ്രോസസ്സ് നമ്മൾ നമ്മൾ വിതച്ചെടുത്ത് നിന്ന് കൊയ്യുന്നത് വരെ ഇങ്ങനെ ഒരു പ്രോസസ്സ് ഉണ്ട്. ഇത് കുറച്ച് സമയം എടുക്കുന്നതാണ്, ഒരു സമയം എടുക്കുന്ന പ്രോസസ്സാണ്. അത് നോക്കൂ നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ നമ്മൾ വിതയ്ക്കുന്ന പ്രശ്നങ്ങളാണ്, വിതയ്ക്കുന്ന പ്രോബ്ലംസ് ആണ് നമ്മൾ ഫിസിക്കലി കൊയ്യുന്നത്. നമ്മൾ മനസ്സിൽ വിതയ്ക്കുന്ന പ്രോബ്ലം ആണ് നമ്മൾ ഫിസിക്കലി കൊയ്യുന്നത്. ഓക്കെ. ഉദാഹരണത്തിന് സാധാരണഗതിയിൽ നിങ്ങൾക്ക് നമ്മളെ ലൈഫിൽ, അല്ലെ നമ്മളെ എല്ലാവരുടെ ലൈഫിലും നമ്മൾ പറയുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കും? ഞാൻ നിങ്ങളെ മൈക്കൊന്ന് അൺമ്യൂട്ട് ചെയ്യാം. അല്ല, അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ പറഞ്ഞാലും മതി, അല്ലെങ്കിൽ ഇപ്പൊ എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്യാം. എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും നമ്മൾ നേരിടുന്നത്? ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ, ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ? മെന്റലി, ഫിസിക്കലി എന്നുള്ള ഇഷ്യൂസ് എന്തൊക്കെയാണ്? ഫിസിക്കൽ ഇഷ്യൂസ്, രോഗങ്ങളും. പിന്നെ ഫൈനാൻഷ്യലി വരാം, അല്ലെ? സാമ്പത്തികമായിട്ട് വരാം. പിന്നെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് വരാം, ബന്ധങ്ങളിലൊക്കെ ഉള്ള സംഗതി വരാം. ഇത് നമുക്ക് നോക്കാം. ഇത് നമ്മൾ എങ്ങനെയാണ് മനസ്സിൽ നമ്മൾ വിതയ്ക്കുന്നത് നോക്കാം. ഓക്കെ. ഞാൻ നിങ്ങളെ മൈക്ക് വീണ്ടും ഒന്ന് മ്യൂട്ട് ചെയ്യുന്നു. കാര്യം ഇല്ലെങ്കിൽ ആരെങ്കിലും അറിയാതെ അൺമ്യൂട്ട് ആയാൽ ഡിസ്റ്റർബൻസ്. ആവശ്യമുള്ളപ്പോൾ നമുക്ക് അൺമ്യൂട്ട് ചെയ്യാം. ഇതിൽ നമുക്കൊരു കാര്യം എടുക്കാം. നമുക്കൊരു റിലേഷൻഷിപ്പ് ഇഷ്യൂ, പെട്ടെന്ന് വന്നൊരു ഉദാഹരണം, ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ. ഇത് നിങ്ങളെ പ്രിയപ്പെട്ട ഒരാളുമായിട്ട് നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് ഇഷ്യൂ. ഓക്കെ. സോ ഇതുവരെ വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു, നല്ല രീതിയിൽ പോകുന്നതാണ്. പക്ഷെ ഇപ്പം എന്തുകൊണ്ടോ നിങ്ങൾക്ക് അവരുമായിട്ട് ഒരു പഴയ കണക്ഷൻ ഇല്ല, അല്ലെ പഴയ പോലെ നമുക്ക് ഒരു എന്താ പറയാ, ട്രാൻസ്പെറന്റ് ആയിട്ട് ഇടപഴകാൻ പറ്റുന്നില്ല. ഒരു ഇഷ്യൂ, എന്തോ ഒരു ഇഷ്യൂ. അപ്പൊ നമ്മൾ പറയാണ്, ഞാൻ അയാളുമായിട്ട് ഇപ്പൊ അത്ര ഒരു കണക്ഷൻ ഇല്ല. പണ്ട് നല്ല ബന്ധത്തിലായിരുന്നു, അത്ര കണക്ഷൻ ഇല്ല. അതൊരു ഇഷ്യൂ ആണ്. ഓക്കെ. ഈ ഇഷ്യൂ എവിടെയാ നമ്മൾ വിതച്ചത്? അറിയണ്ടേ? നമ്മളെ മനസ്സിലാ പറഞ്ഞു, അല്ലെ? ആദ്യം നമ്മളെ മനസ്സിലാ പറഞ്ഞു. എങ്ങനെയാ നമ്മൾ ഈ മനസ്സിൽ ഈ ഇഷ്യൂ വിതച്ചതെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? വീണ്ടും അൺമ്യൂട്ട് ചെയ്തു. എങ്ങനെയാണ് നമ്മൾ മനസ്സിൽ ഈ ഇഷ്യൂ വിതച്ചത്? ബൈ തോട്ട്സ്. അതെ, ബൈ തോട്ട്സ്. ദേഷ്യം തോന്നിയാലും നമ്മൾ പറയില്ല, ഉള്ളിൽ തന്നെ അവരോട് കോൺവെർസേഷൻ നടന്നുകൊണ്ടിരിക്കും മനസ്സിലാകാതെ. അതിന് പച്ച മലയാളത്തിൽ എന്താ പറയാ? ഇംഗ്ലീഷിൽ, പച്ച ഇംഗ്ലീഷിൽ തിരുവണ്ണാമലയോ? തെറ്റിദ്ധാരണ. ഓക്കെ. അയ്യേ, ആ വാക്ക് നിങ്ങൾ പറയോ അതല്ലേന്ന് പറയും. എന്തായിരിക്കും? മെന്റൽ ക്രിറ്റിസിസം. നമ്മള് അവരെ പറ്റി, അവരെന്തോ ചെയ്ത് നമുക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ട് നമ്മൾ പല തവണ അവരെ മെന്റലി ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടാവും. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മള് മെന്റലി അവരെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ വിതച്ചെന്ന് അറിയാം? ഇഞ്ചുറിയാ വിതച്ച്. ക്രിട്ടിസിസത്തിലൂടെ നമ്മൾ ബേസിക് കോഴ്സിൽ പഠിക്കും, എക്സസീവ് ക്രിട്ടിസിസം പറയുന്നത് എന്താണ്? ഇഞ്ചുറിയാണ്. അപ്പൊ നമ്മൾ നമ്മളെ മൈൻഡിൽ ആ ഇഞ്ചുറി വിതച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും നല്ല ബന്ധമായിട്ട് പോകുന്ന ആളെ പറ്റി അയാൾ എന്തോ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങൾ ഇരുന്ന് ചിന്തിക്കും, എന്നാലും അയാൾ അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ, എന്തൊരു ശീലം അത്, ഇതെനിക്ക് നേരത്തെ അറിയില്ലായിരുന്നു, ഇയാൾ ഇങ്ങനെയാണോ, ഒരു കാലത്തും ഇയാൾ ഈ സ്വഭാവം മാറ്റം തോന്നുന്നില്ല, ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കും.
അപ്പോൾ ഈ നമ്മൾ നമ്മുടെ മൈൻഡിൽ വിതച്ച ഈ ക്രിറ്റിസിസം എന്തായിട്ട് മാറും എന്നറിയാം. അത് ക്രിറ്റിസിസ് ആയിട്ട് നമ്മൾ മൈൻഡിൽ വിതച്ചു. ഇനി അത് എങ്ങോട്ട് വരുന്ന പറഞ്ഞാൽ നമ്മൾ ഇമോഷണൽ തലത്തിലേക്ക് വരും. ഇമോഷണൽ തലത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ക്രമേണ അവരോട് കുറേശ്ശെ ദേഷ്യം തോന്നും നമ്മുടെ മൈൻഡിൽ, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ദേഷ്യമുണ്ട്. അപ്പൊ എന്താവും അറിയോ, നമ്മളെ സംസാരത്തില് നമ്മളെ പ്രവൃത്തിയിലൊന്നും അത്ര ജെന്റിലാവില്ല കാര്യങ്ങൾ, സൗമ്യാവില്ല കാര്യങ്ങൾ, കുറച്ച് ഹാർഷാവും. മുമ്പ് നമ്മൾ അവരെ ഫോൺ എടുക്കുമ്പോൾ സംസാരിക്കുന്ന പോലെ ആയിരിക്കില്ല ഇപ്പൊ ഫോൺ എടുക്കുമ്പോൾ സംസാരിക്കുക. പണ്ട് ഫോൺ വെക്കുന്ന പോലെ ആയിരിക്കില്ല ഇപ്പൊ ഫോൺ വെക്കുന്നത്. ഇങ്ങനെയൊക്കെ വന്നിട്ട് ആ ഇമോഷണൽ തലത്തിൽ നമ്മുടെ വാക്കിലും ഈ അവരുടെ പെരുമാറ്റത്തിലൊക്കെ കുറച്ച് നല്ലതല്ലാത്ത ഇമോഷൻസ് കലരും. കുറച്ച് ഹേറ്റഡിന്റെയോ കുറച്ച് ആങ്കറിന്റെയോ ഒക്കെ ഇമോഷൻ കലരും. ഓക്കെ. അപ്പൊ ഈ പിന്നെ അത് ഫിസിക്കലൈസ് ചെയ്യുന്നത് എന്താന്ന് ചോദിച്ചാൽ നമ്മൾ തന്നെ വിതച്ചതാണ്. ആ വിദ്വേഷവും വെറുപ്പും ഹേറ്റഡും ഒക്കെ നമ്മൾ തന്നെ വിതച്ചതാണ്. അത് പിന്നെ ഫിസിക്കലി കൊയ്യുന്നത് എങ്ങനെയാണെന്നറിയോ, അവര് നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ പെരുമാറും. ഓക്കെ. അവര് നിങ്ങൾക്ക് പല ഇഷ്യൂസും ഉണ്ടാക്കും, അവര് നിങ്ങൾക്ക് പല പ്രോബ്ലംസും ഉണ്ടാക്കും. മിക്കവാറും കേസിൽ നമുക്ക് ഇഷ്യൂ അവർ നേരിട്ട് നമ്മളെ ചെയ്തിട്ടുണ്ടാവില്ല, നേരിട്ടൊന്നും ചെയ്യില്ല. പകരം എന്തായിരിക്കും എന്നറിയോ, നമ്മളുടെ എന്തെങ്കിലും കുറ്റം വേറെ ആൾക്കാരോട് പറഞ്ഞു കൊടുക്കും അവർ. അത് നമ്മൾ അറിയുമ്പോൾ നല്ല വിഷമം ഉണ്ടാവും. ഇതെങ്ങനെ വന്നതാ? ആ വെറുതെ കുത്തിയിരുന്ന് നേരത്തെ അയാളെ പറ്റി ക്രിട്ടിസൈസ് ചെയ്തില്ലേനോ 10-12 ദിവസം മുന്നേ, അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ളത്. അത് കൊയ്തതാ. അയാളും നിങ്ങളെ നേരിട്ട് ക്രിട്ടിസൈസ് ചെയ്തില്ല, അയാൾ നിങ്ങളെ കുറ്റവും കുറവും വേറൊരാളോട് പറഞ്ഞതാ. അയാൾ നമ്മളോട് പറഞ്ഞപ്പോഴാണ് നമ്മൾ അറിഞ്ഞത്. വിഷമായി പോയി. എന്നാൽ അയാൾ എന്നെ പറ്റി അങ്ങനെ പറഞ്ഞല്ലോ. എങ്ങനെ അയാൾ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? എന്തുകൊണ്ടാണ് അയാൾ അത് പറഞ്ഞ് നമുക്ക് വിഷമം ഉണ്ടാക്കിയത്? നമ്മൾ നമ്മുടെ തോട്ടിലൂടെ അയാളെ കുറിച്ച് ആദ്യം ഇത് വിതച്ചതാണ്. ഓക്കെ. അപ്പൊ ആർക്കൊക്കെ വേറെ ആളെ ഭാഗത്ത് നിന്ന് ക്രിറ്റിസിസോ വേറെ ആളെ ഭാഗത്ത് നിന്ന് ഇഷ്യൂസോ പ്രോബ്ലംസോ റിലേഷൻഷിപ്പ് പ്രശ്നമൊന്നും ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് വിതയ്ക്കുന്നില്ല എന്ന് ഉറപ്പിക്കണം. എങ്ങനെയാ വിതയ്ക്കുന്നത്? മറ്റുള്ള ആളുകളെ മെന്റലി ക്രിട്ടിസൈസ് ചെയ്തു. അപ്പൊ നമ്മൾ പറയും അത് ക്രിട്ടിസൈസ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അതല്ലേ അവന്റെ കയ്യിലിരിപ്പ്. പിന്നെ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നതിനാണ് ആ കുഴപ്പം. അവന്റെ കയ്യിലിരിപ്പ് അങ്ങനെയല്ലേ? ആരാണ് കയ്യിലിരിപ്പ് മുഴുവനും നല്ലതായിട്ടുള്ള ആൾക്കാർ? ആരുമില്ല. ഈ പറയുന്ന നമ്മളാരെയും നല്ലവരാണോ? അല്ല. എല്ലാവരിലും വൈകല്യങ്ങളുണ്ട്. അപ്പൊ നമ്മളൊരാളുടെ വൈകല്യങ്ങളെ കുറിച്ച് ഓർക്കാനും അത് ക്രിട്ടിസൈസ് ചെയ്യാനും പോയാൽ അതിനേ നേരെ ഉണ്ടാവുള്ളൂ. ഈ ക്രിട്ടിസിസ് ആണ് നമ്മൾ വിതച്ചതെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ചുറ്റിലുള്ള ആൾക്കാരെടുത്ത് അത് കൊയ്യും. നമ്മളെ അനങ്ങാൻ ഇവർ സമ്മതിക്കില്ല, അനങ്ങാൻ സമ്മതിക്കില്ല. നമ്മൾ എന്ത് ചെയ്താലും അപ്പൊ വിമർശനം വരും. അപ്പൊ നമ്മൾ പറയും ഓ സഹിക്കാൻ വയ്യ, ഇവിടെ ഒന്നും നിൽക്കാൻ പറ്റാതെയായിട്ടുണ്ട്, ഒരു കാര്യവും ചെയ്യാൻ പറ്റാതെയായിട്ടുണ്ട് പറയും. ഇതാര് വിതച്ചതാ? നമ്മൾ തന്നെയാ. ഒരാളെയും ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. ചില ആൾക്കാരൊന്നും സച്ചിനെ മര്യാദയ്ക്ക് ബാറ്റ് ചെയ്യാൻ പോലും സമ്മതിക്കാത്ത ആൾക്കാരുണ്ട്. ഇപ്പോഴല്ല പണ്ട്. ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് കണ്ടാൽ അറിയാം അത് ഔട്ടാവും എന്നുള്ളത്. അങ്ങനെയാണോ ബാറ്റ് പിടിക്കേണ്ടത്? ഇയാളൊക്കെ എത്ര കാലമായി കളിക്കുന്നു ചോദിച്ചു. സച്ചിനെയാണ് ബാറ്റ് ചെയ്യാൻ പഠിപ്പിക്കുന്നത്. അതേപോലെ പ്രധാനമന്ത്രിനെ ഭരിക്കാൻ സമ്മതിക്കില്ല. ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത്. ഇങ്ങനെ എന്ത് ഇങ്ങനെ ഇതൊന്നല്ല. മുഖ്യമന്ത്രിനെ ഭരിക്കാൻ സമ്മതിക്കില്ല. ഒരാളെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇയാളിട്ട് ചെയ്യില്ല. ക്ലിയർ അല്ലേ? സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മള് ഒരാളെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ശരിയായില്ല, അയാൾ അങ്ങനെയല്ലേലും ചെയ്യേണ്ടത്, ഇങ്ങനെയായിരുന്നു ചെയ്യേണ്ടത്, അത് ഇത് എന്ന് പറയുമ്പോൾ വി ആർ ക്രിയേറ്റിംഗ് എ റോങ് ഇമേജ് അബൌട്ട് ദാറ്റ് പേഴ്സൺ. ആ റോങ് ഇമേജ് അയാളെ റോങ് ആയിട്ട് ബാധിക്കുമ്പോൾ അത് അയാളുടെ പെർഫോമൻസ് കുറയും. അപ്പൊ എന്തായി? ലിറ്ററലി നമ്മൾ അയാളെ പെർഫോം ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക ചെയ്തത് ആ ചിന്തയിലൂടെ. ഇത് നമ്മൾ തിരിച്ചു കൊയ്യുമ്പോൾ എങ്ങനെയാണെന്നറിയാം, നമ്മളെ ചുറ്റിലുള്ള ആൾക്കാര് നമ്മളെ അനങ്ങാൻ സമ്മതിക്കില്ല. എന്ത് ചെയ്താലും കുറ്റാണ്. ചില ആൾക്കാർ പറയുന്നില്ല, അയ്യോ ഒന്നും വയ്യ, എനിക്ക് എന്ത് ചെയ്താലും കുറ്റം, ഞാൻ ഒന്നും ചെയ്യാൻ വയ്യ, അനങ്ങിയ കുറ്റം, അനങ്ങിയില്ലേലും കുറ്റം, ഒന്നും ചെയ്യാൻ വയ്യ, അങ്ങനെയാന്ന് പറയും. ഇങ്ങനെ തന്നെയായിരുന്നു നമ്മളും. ഒരാളെ അനങ്ങാൻ സമ്മതിക്കില്ല, അനങ്ങിയാൽ നമ്മൾ മെന്റലി ക്രിട്ടിസൈസ് ചെയ്യും. എന്താ അവന്റെ ഒരു നടപ്പ്, എന്താ അവന്റെ ഒരു ഭാവം, അല്ലെ എന്താ ഇരുത്തം. ക്ലിയർ ആണോ? സോ വേറെ ആൾക്കാർ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്നു,
റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടാക്കുന്നു. അതേപോലെ തന്നെ നമ്മളെ അനങ്ങാൻ സമ്മതിക്കുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് കൃത്യമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മളെ ജോലി ചെയ്യാൻ അനുവദിക്കുന്നില്ല, എപ്പോഴും നമുക്ക് സ്വസ്ഥത തരുന്നില്ല. എവിടെയാണ് കാര്യം? ഇതെല്ലാം നമ്മൾ മറ്റുള്ള ആളുകളെ കുറിച്ച് മെന്റലി ക്രിട്ടിസൈസ് ചെയ്തതാണ്. നിങ്ങൾ എഴുതുന്ന ആൾക്കാരെ എഴുതി വെക്കുക, അവോയ്ഡ് എക്സസീവ് മെന്റൽ ക്രിറ്റിസിസം. അമിതമായിട്ട് മറ്റുള്ള ആളുകളെ മാനസികമായിട്ട് വിമർശിക്കുന്നത് ഒഴിവാക്കുക. അവോയ്ഡ് എക്സസീവ് മെന്റൽ ക്രിറ്റിസിസം. അവോയ്ഡ് എക്സസീവ് മെന്റൽ ക്രിറ്റിസിസം. അമിതമായിട്ട് മറ്റുള്ള ആളുകളെ മാനസികമായിട്ട് വിമർശിക്കുന്നത് ഒഴിവാക്കുക. ഇനി ഇത് എങ്ങനെയൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുന്ന അറിയാം? ചിലപ്പോൾ ചില ആൾക്കാർ പറയും, അയ്യോ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, ഞാൻ രാവിലെ 8 മണിക്ക് ഓഫീസിൽ എത്തുന്നുണ്ട്, 8 മണിക്ക് കട തുറക്കുന്നുണ്ട്, പാതിര വരെ ഉണ്ട്, ഫുൾ ടൈം അങ്ങനെയാണ്, ഞാൻ എത്രയോ കാലങ്ങളായി ഒരു ലീവ് എടുത്തിട്ട്, അല്ലെ എത്രയോ കാലമായി അത് ചെയ്തിട്ട് ഇത് ചെയ്തിട്ട് ഇതൊന്നുമില്ലാതെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നിട്ടും എനിക്കൊരു പുരോഗതി ഇല്ല, എന്നിട്ടും എനിക്ക് ശരിക്കും ഇങ്ങോട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല, എന്നിട്ടും എനിക്ക് എൻ്റെ ബിസിനസ്സിൽ ഒരു മേന്മ കൊണ്ടുവരാൻ പറ്റുന്നില്ല, എൻ്റെ ജോലിയിൽ എനിക്കൊരു ഒരു ഒരു മെച്ചപ്പെടാൻ പറ്റുന്നില്ല. സോ എന്താ കാരണം? എന്താണ്? നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. അതിന്റെ കാരണം പല ആളുകളും പല ജോലിയും ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരെ മെന്റലി ക്രിട്ടിസൈസ് ചെയ്യും. നമ്മൾ അവരെ മെന്റലി ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അവരെ കുറിച്ചുള്ള ഒരു റോങ് ഇമേജാണ്. ആ റോങ് ഇമേജ് അവരെ നെഗറ്റീവായിട്ട് ബാധിക്കുമ്പോൾ അവർക്ക് ശരിക്കും പെർഫോം ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഒരാളെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് വഴി നമ്മളുടെ അയാളുടെ പെർഫോമൻസ് കുറയ്ക്കുക ചെയ്യുന്നു. ഇൻ റിട്ടേൺ നമ്മളുടെ പെർഫോമൻസ് കുറയും, നമ്മുടെ ഡെവലപ്മെന്റ് കുറയും, നമ്മുടെ വളർച്ച കുറയും, നമ്മളെല്ലാ തരത്തിലുള്ള എന്താ പറയാ വളർച്ചേനെ അത് ബാധിക്കും. ദാറ്റ് ഈസ് വൈ അവോയ്ഡ് എക്സസീവ് മെന്റൽ ക്രിറ്റിസിസം. സോ ഇത് നമ്മളിപ്പോ ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ പറഞ്ഞതോ. ഇതേപോലെ തന്നെ ഹെൽത്ത് ഇഷ്യൂ, ഹെൽത്ത് പ്രോബ്ലം നമ്മൾ ഇതേപോലെ തന്നെയാണ് വിതയ്ക്കുന്നത്. ഇപ്പൊ എന്താ പറയാ, ഒരാൾ നിങ്ങളുടെ അടുത്ത് പറയാണ്, ഇത് ഒരു പരിധി വരെ തമാശയിട്ടായിരിക്കും നമ്മൾ പറയാം. ഒരാൾ പറയാണ്, മുട്ടുവേദനയാണ്, എന്തോ ഒരു കുറച്ച് ദിവസമായിട്ട് മുട്ടിനൊക്കെ ഒരു വേദന ഇങ്ങനെയൊക്കെ ഉണ്ട്, അപ്പൊ നടക്കാനൊക്കെ പ്രയാസം. അപ്പൊ നമ്മൾ എന്ത് പറയും? കാലാകാലം ഒന്നും ഉണ്ടാവില്ല, അത് പ്രായമായില്ലേ, അപ്പൊ അങ്ങനെയൊക്കെ തന്നെയാണ്, വയസ്സായി കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. ചിലപ്പോൾ തമാശയായിട്ട് പറയുന്നതായിരിക്കും. അല്ലെങ്കിൽ ഒരാൾക്ക് ആരോഗ്യം ക്ഷയിക്കുകയാണ്, അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറയുമ്പോഴേ പലപ്പോഴും ചില ആൾക്കാർ ചിന്തിക്കുമോ, ഇങ്ങനെയാണല്ലേ, മറ്റേ ആൾക്ക് ഇതേപോലത്തെ എന്തോ പ്രശ്നമായിരുന്നു, പക്ഷെ അയാളൊരു 6 മാസത്തിന്റെ ഉള്ളിൽ പോയിട്ടുണ്ട്, ഇയാളെ സ്ഥിതി ഇപ്പൊ എന്താവുമായിരിക്കുമോ? സോ വേറൊരാളെ പറ്റി നമ്മൾ ചിന്തിച്ചത് എന്താണെന്നറിയോ? 6 മാസത്തിന്റെ ഉള്ളിൽ അയാൾ മരിക്കുന്ന. സത്യത്തിൽ ചിന്തേന്റെ പച്ചയ്ക്കുള്ള അർത്ഥം അതാ, 6 മാസം കൊണ്ട് അയാൾ മരിക്കുന്നുള്ളത്. ചില ഭംഗിയായിട്ട് ഇതൊക്കെ സങ്കല്പിക്കാൻ പറ്റുന്ന ചില ആൾക്കാർ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് സങ്കല്പിക്കും, നല്ല നിലവിളക്കൊക്കെ കത്തിച്ചു വെച്ചതൊക്കെ ഉൾപ്പെടെ സങ്കല്പിക്കും, ചന്ദനത്തിരിയിലെ മണം വരെ അവർ സങ്കല്പിച്ചു കളയും. നോക്കൂ, വേറെ ആളെ കുറിച്ച് എന്താ ചിന്തിച്ചത്? അയാളുടെ ആയുസ് തീരുന്ന കാര്യമാണ് ചിന്തിച്ചത്. ക്ലിയർ അല്ലേ? എന്താ കൊയ്യ? എത്രയും വേഗത്തിൽ അവനവന്റെ ആയുസ് തീർന്നു കിട്ടും, അതിന് വേണ്ട കാര്യങ്ങൾ ബോഡി സംഭവിക്കും. ക്ലിയർ ആണോ? സോ ഹെൽത്ത് ഇഷ്യൂവിന്റെ കേസിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ടിരിക്കാം, ആരോഗ്യത്തോടിരിക്കാം. ദൈവം നിങ്ങൾക്ക് തന്ന അത്രയും ആയുസ് മുഴുവനും ആരോഗ്യത്തോടിരിക്കാം. ഏതൊരാൾക്കും ഒരു ശാരീരിക ബുദ്ധിമുട്ടോ പ്രയാസമോ വരുന്ന സമയത്ത് നമ്മൾ ഹീലേഴ്സ് ആണെങ്കിൽ ഹീൽ ചെയ്യാം, ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവരെ ബ്ലെസ് ചെയ്യുക. ഇനി ഒന്നും അറിയില്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. 2 കാര്യങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഒന്ന് എന്താണെന്നറിയോ? ഒന്ന്, നിങ്ങൾ അയാളെ സുഖപ്പെടുത്താൻ വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിക്കുക. 2, നമ്മൾ ആ രോഗത്തിൽ നിന്നും നിലവില് മോചനം നേടിയവരാണ്, നമ്മളെ ഇന്ന് ആ രോഗം ബാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് ദൈവത്തിനോട് നന്ദി പറയാം. ഈ 2 കാര്യങ്ങൾ ചെയ്യണം, എന്ത് കേട്ട് കഴിഞ്ഞാൽ. ഓക്കെ, അത് തമാശ പറയാനോ ഒന്നിനും പോകരുത്. കാരണം അത് ആ സമയത്ത് എന്ത് നിങ്ങൾ വിതച്ചാലും അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ വിതയ്ക്കുന്നത് മുഴുവനും എനിക്ക് ഗുണമുള്ള കാര്യമായിട്ട് വരണമെന്ന് ചിന്തിക്കണം.
അപ്പൊ എനിക്ക് ഗുണമുള്ള കാര്യമായിട്ട് വരണേ എന്ത് ചെയ്യണം? ഞാൻ മറ്റൊരാൾക്ക് ഗുണമുള്ള പോലെ അത് ചിന്തിക്കണം. നിങ്ങൾ അയാളോട് എന്ത് പറയണം? അതൊന്നും സാരല്ല, നിങ്ങളെ നാലിരട്ടി പ്രായമുള്ള ആൾക്കാർ അതാ കടുക് പണി പോലെ എണീറ്റ് നടക്കുന്നത്, ഇതൊന്നും പ്രശ്നം, ഇതെന്തോ താൽക്കാലിക പ്രശ്നമായിരിക്കും, അതൊന്നും ഏശരുത്, ഇതൊന്നും നമ്മൾ എന്താ പറയാ, നമ്മളെ പ്രായമൊന്നും ശരീരത്തിനെ ബാധിക്കരുത്, അങ്ങനെയൊന്നും ചിന്തിക്കുക പോലും നമ്മൾ ചെയ്യരുത്. ഉടനെ നമ്മൾ ആലോചിക്കുക എനിക്കിപ്പോഴും 18 16 ആണെന്ന് വിചാരിക്കുക, ഓടിച്ചാടി നടക്കണം. ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോണ്ടല്ലോ, നമ്മൾ അയാൾക്ക് നല്ല ആരോഗ്യവും നല്ല ചിന്തയും നല്ല ഇമോഷനും നല്ല പ്രതീക്ഷയും നല്ല വിശ്വാസമൊക്കെ കൊടുക്കും. സോ ഇതൊക്കെ നമ്മളിൽ തിരിച്ചു വരും, എത്രയോ മടങ്ങായിട്ട് തിരിച്ചു വരും. ഓക്കെ. സോ ആരോഗ്യത്തിന്റെ കേസിലും ഇതേപോലെ തന്നെ നല്ല ചിന്തകൾ വെച്ച് പുലർത്തുക, അപ്പൊ നല്ല സാർ ഇമോഷൻസ് വെച്ച്. ഒരു ഏതാ? കാര്യം ചോദിക്കട്ടെ? ആ ഒരു കാര്യം ചില പ്രായമുള്ളവര് വല്ലാണ്ട് കുറെ കിടപ്പിലൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുന്ന ആളുണ്ടാവില്ലേ? അപ്പൊ ആ നമ്മൾ അറിയാതെ പോലെ എത്രയും കഷ്ടപ്പെട്ട് കിടക്കുന്നതിന് ഒരു മരിക്കുന്നല്ലേ നല്ലതെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചൂലേ? അപ്പൊ ഉം. നമ്മള് ബ്ലസ് ചെയ്യാണോ വേണ്ടേ? ഇതാണ് ഞാൻ ഈ മ്യൂട്ടാക്കാൻ പറഞ്ഞത്, അതുകൊണ്ട് അങ്ങനെ ഇടയ്ക്ക് ചോദിക്കുന്നത്. ഞാൻ മ്യൂട്ടാക്കാൻ പോകും. ഓക്കെ, നല്ല ചോദ്യം, നല്ല ചോദ്യം. ഓക്കെ, എന്തായാലും ഇത് ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെക്കണേ, ഇടയിൽ ഡിസ്റ്റർബൻസ് വരാതെ. നല്ല ചോദ്യം. നിങ്ങൾ എന്ത് ചെയ്യണം? അയാളെ ഇങ്ങനെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടുകൊണ്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്നേരം എന്ത് ചിന്തിക്കണം? നല്ല ചോദ്യം. ഈശ്വരനോട് നിങ്ങൾ പറയാ അയാളെ എത്രയും പെട്ടെന്ന് വിളിക്കണേ, അല്ലേ? അതല്ലേ നമുക്ക് അയാളോട് ചെയ്യാനുള്ള കാരണം. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈശ്വരനോട് പറയുന്നത് അയാൾ എത്രയും പെട്ടെന്ന് വിളിക്കണേന്ന് പറയുന്നത്? എന്തുകൊണ്ടാ? നല്ല ഇന്റൻഷനില്. നല്ല ഇന്റൻഷനിലാണ്. പിന്നെ പിന്നെ ഈശ്വരനോട് പറയാൻ കാരണം എന്താ? ഈശ്വരനോട് അവര് പറഞ്ഞ കഷ്ടപ്പെടണ്ടെന്ന് വിചാരിച്ചിട്ട്. അല്ല, അതല്ല, അതും ഓക്കെ. ഈശ്വരനോട് പറഞ്ഞാൽ നമുക്കറിയാം, ഈശ്വരനോട് പറഞ്ഞാൽ എന്തു സാധിക്കുന്നു അറിയാം, അല്ലേ? അതുകൊണ്ടും കൂടിയല്ലേ നിങ്ങൾ പറയുന്നത്? അല്ലയോ? അതെ. ആണ്. അങ്ങനെ ഈശ്വരന് എന്തു സാധിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്. ഭഗവാൻ അയാൾക്ക് എത്ര ആയുസ്സുണ്ടോ അത്രയും കാലം അയാൾ ഇങ്ങനെ കട്ടിൽ കിടന്ന് നരയിക്കാതെ അയാളെ സ്വന്തം ആവശ്യം നടത്താനൊക്കെ പറ്റുന്ന രീതിയിലേക്ക് അയാൾക്ക് ആരോഗ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചൂടെ? അത്ര ആവൂല, അത്രയും പോയോരാ. അപ്പൊ പിന്നെ എങ്ങനെയാ അങ്ങനെ ശരിയാവുക? അത് നമുക്ക് ഈശ്വരനിൽ വിശ്വാസം ഇല്ലാഞ്ഞിട്ടാ. എന്റെയും നിങ്ങളെയും പരിമിതികളല്ല ദൈവത്തിന്റെ പരിമിതികൾ. ശരിയാ. എന്റെയും നിങ്ങളുടെയും പരിമിതിയല്ല ദൈവത്തിന്റെ പരിമിതി. ഇത് പറയാൻ കാര്യം എന്താ പറയുക? ഇത് പറയുന്ന സമയത്ത് ഞാനും ഒരു കുറ്റസമ്മതത്തോടെ അത് പറയുന്നുണ്ട്. ഓക്കെ. ഒരു ഒരു കേസ്, എനിക്ക് നല്ല അറിയുന്ന ഒരു കേസ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അയാള് വളരെ ബുദ്ധിമുട്ടായിട്ട് ഇനി അയാൾ റിക്കവർ ചെയ്ത് വരില്ല എന്ന് വരെ വിചാരിച്ചിരുന്നു. ആ സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ ചിന്തിച്ചു പോയിട്ടുണ്ടായിരുന്നു, അങ്ങനെയാണെങ്കിൽ ഒരു കണക്കിന് അവര് മരിക്കുന്നതായിരിക്കും നല്ലത്. അയാൾ ഇന്നും നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നുണ്ട്. എന്നെ ഞെട്ടിച്ച് കളഞ്ഞ കേസാണ്. ഞാനെന്ന് മാത്രമല്ല, പലരും വിചാരിച്ചില്ല അയാൾ തിരിച്ചു വരും. അത്രയും അവസ്ഥയിൽ കിടന്ന ആളായിരുന്നു. അന്ന് തിരിച്ചറിഞ്ഞ കാര്യം അത് നമ്മളെ പരിമിതിയല്ല ഈശ്വരന്റെ പരിമിതി. ഈശ്വരന്റെ സർവശക്തൻ എന്ന് പറയുന്നത് ഈശ്വരന് എന്തു സാധിക്കുന്നോണ്ടാണ്. എന്തു സാധിക്കുന്ന ഭഗവാനോട് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് അയാൾ എങ്ങനെ കിടത്തരുതേ, പിന്നെ എങ്ങനെ വേണോ അയാളെ എണീറ്റ് നടത്തിക്കണേ എന്ന് പ്രാർത്ഥിക്കേണ്ടത്. ഈശ്വരന് സാധിക്കും അത്. അയാൾക്ക് ആയുസ്സുള്ള അത്രയും കാലം അയാൾ എന്ത് അനുഭവമാണോ അയാൾ ആർജിക്കേണ്ടത്, എന്താണോ അയാൾ പഠിക്കേണ്ടതോ, ഇനിയും അയാൾ എന്തിനാ അയാൾ വെയിറ്റ് ചെയ്ത് കിടക്കുന്നത്? അയാൾക്ക് എത്രയോ കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ട്. ഈ ബോഡി വെച്ചുകൊണ്ട് എത്രയോ അനുഭവങ്ങൾ ഇനിയും അയാൾക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ഉണ്ട്. അപ്പൊ അത് അയാൾക്ക് നല്ല രീതിയിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അയാളെ ആരോഗ്യം കൊണ്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കണം. എന്റെയോ നിങ്ങളുടെ പരിമിതി അല്ല ഈശ്വരന്റെ പരിമിതി. ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? സോ ആ കേസിൽ ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കരുത്. ഏത് കേസിലും അത്ഭുതങ്ങൾ സംഭവിക്കും. ഏത് കേസിലും നമുക്ക് പറ്റില്ലായിരിക്കും, പക്ഷെ ഈശ്വരന് പറ്റും. സോ അവസാന നിമിഷം വരെ ഞാനോ നിങ്ങളൊരു ഹീലർ ആണെങ്കിൽ അവസാന നിമിഷം വരെ അയാൾ പോട്ടെ, അല്ലെങ്കിൽ അയാൾ സുഖമായിട്ട് മരിക്കട്ടെ എന്നല്ല വിചാരിക്കുക. ഞാൻ കണ്ടിട്ടുണ്ട് ഈ പാലിയേറ്റീവ് കെയറിലൊക്കെ ഇരിക്കുന്ന പേഷ്യൻസ്. ഒരിക്കൽ എൻ്റെ ഒരു സുഹൃത്തിന്റെ പാരന്റ് മരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അവര് മരിക്കാൻ വേണ്ടി കിടത്തിയത് അവരെ. പക്ഷേ അവരെ പെട്ടെന്നൊന്ന് ബ്രീത്ത് ഒക്കെ ഒന്ന് അപ്സെറ്റ് ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നറിയോ? ആ സിസ്റ്റർ വന്നിട്ട് ഇവരെ നെഞ്ചത്ത് കുത്തി ഇടിച്ച് ഇതാക്കി വീണ്ടും നോർമലൈസ് ചെയ്യും. അപ്പൊ ഞാൻ അങ്ങനെ വിചാരിച്ച്, ഇവരിങ്ങനെ മരിക്കാൻ കിടക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാ ഇവരിങ്ങനെ മുട്ടുമ്പോൾ വീണ്ടും വന്ന് ഇങ്ങനെ ചെയ്യുന്നത്? അതാണ് യഥാർത്ഥത്തിലുള്ള ഹീലർ.
നമ്മൾ ഒരു ഹീലർ ആണെങ്കിൽ നമ്മൾ ഒരിക്കലും അനുവദിക്കുന്നില്ല അയാള് എത്രയും പെട്ടെന്ന് മരിക്കട്ടെ. അവർക്കറിയാം അവർ മരിക്കുന്നില്ല, എന്നിട്ടും ലാസ്റ്റ് ശ്വാസം പോകാൻ നേരത്തും ഇവര് ഒഴിവാക്കി വിടുകയല്ലേ ചെയ്യുന്നത്. അപ്പോഴും നെഞ്ഞത്ത് പിടിച്ച് തിരുമി ഇടിച്ച് എങ്ങനെയെങ്കിലും അവരെ ബ്രീത്തിങ് എടുക്കാൻ വേണ്ടി നോക്കുക ചെയ്തു. അങ്ങനെ 2-3 തവണ ഇവർ വന്നപ്പോഴൊക്കെ ഇവര് നിന്ന് പിന്നെയും അവർ റിക്കവർ ആയി. അപ്പൊ ഞാൻ അങ്ങനെ വിചാരിച്ചു, എന്തിനാ ഇവരിങ്ങനെ റിക്കവർ ആക്കുന്നത്? ഇവര് തന്നെ പറഞ്ഞതല്ലേ മണിക്കൂറുകളെ ഉണ്ടാവുള്ളൂ, പിന്നെ എന്തിനാ അവര് ചെയ്യുന്നത്? സോ ലാസ്റ്റ് ഇതേപോലെ ഒരു സമയം വന്ന് അവർ ഇടിച്ചു, പക്ഷെ ആ ഇടിയിലൊന്നും കിട്ടിയില്ല, അവർ പോയി. സോ അവസാന നിമിഷം വരെ നമ്മൾ ഇതിങ്ങനെയായിരിക്കണം. ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. നമുക്ക് പറയാൻ പറ്റില്ല എന്താണ് ദൈവം കണ്ടെത്തിയത്, നമുക്ക് പറയാൻ പറ്റില്ല. ഒരു പക്ഷേ നിങ്ങൾ നോക്കൂ, അയാൾ ഇത്രയും ദയനീയമായിട്ട് കിടന്ന ഒരു അവസ്ഥയിൽ നിന്ന്, നിസ്സഹായനായിട്ട് കിടന്ന ഒരു അവസ്ഥയിൽ നിന്ന് അയാള് ഒരുപാട് അഹങ്കാരം അയാൾക്ക് പോയി ഉണ്ടാവും, ഒരുപാട് റിയലൈസേഷൻ അയാൾക്ക് വന്നിട്ടുണ്ടാവും, ഒരുപാട് വിനയം അയാൾക്ക് വന്നിട്ടുണ്ടാവും, ഒരുപാട് കമ്പാഷൻ അയാൾക്ക് മറ്റുള്ള ആൾക്കാരോട് വന്നിട്ടുണ്ടാവും, ഒരുപാട് റിയലൈസേഷൻ അയാൾ ഉണ്ടായിട്ടുണ്ടാവും. അതിനുശേഷം അയാൾക്ക് ഒരു 10 ദിവസം ജീവിക്കാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? അത് അയാളുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ദിവസങ്ങളായിരിക്കും, ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ള ദിവസമായിരിക്കും. നോക്കൂ, ഇത്രയും കാലം അഹങ്കാരത്തോടെയും തോന്നിയ പോലെയും വിനയമില്ലാതെയും ബഹുമാനമില്ലാതെയും കമ്പാഷൻ ഇല്ലാതെയൊക്കെ ജീവിച്ച ആൾക്ക് 10 ദിവസം മതി നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റിയാൽ. അത് അയാളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന, അത് അയാളുടെ ആ ആത്മാവിന് നേടിക്കൊടുക്കുന്ന സൗഭാഗ്യം എന്തായിരിക്കും? ക്ലിയർ ആണോ? ഓക്കെ. ഓ, ആ പ്രതീക്ഷയും പോയി. ഞാൻ വിചാരിച്ചിരുന്നു ഇങ്ങനെയുള്ള ആൾക്കാരെങ്കിലും ഒക്കെ ഇങ്ങനെ ചിന്തിക്കായിരുന്നു. ഇപ്പൊ ഞാൻ അതും ഇല്ല. അപ്പൊ ഈ കോമ സ്റ്റേജിലൊക്കെ കിടക്കുകയാണെങ്കിൽ അപ്പൊ അവരറിയുന്നുണ്ടോ? അവരറിയുന്നുണ്ടോ എന്ന് ചോദിച്ചാല് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ ഉറങ്ങിക്കിടക്കുകയാണെങ്കിൽ നിങ്ങൾ അറിയുന്നുണ്ടോ? നിങ്ങൾ ഒരാൾ നല്ല ഡീപ്പ് സ്ലീപ്പിലാണ്, നിങ്ങൾ ഒരാൾ തട്ടി വിളിച്ചാൽ നിങ്ങൾ അറിയില്ല. പക്ഷെ നിങ്ങളുടെ ബോധം ഫിസിക്കൽ ബോഡിയിൽ ഇല്ലെങ്കിലും നിങ്ങൾ ആസ്ട്രൽ വേൾഡിൽ നിങ്ങൾ കുറെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ചിലപ്പോൾ സ്വപ്നം കാണാതിരിക്കും. സോ ചില എക്സ്പീരിയൻസസ് നമുക്ക് ഫിസിക്കൽ ബോഡിയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ചില ഇന്നർ വേൾഡിൽ ചെയ്യേണ്ടതൊക്കെ ആയിട്ടുള്ള ചില എക്സ്പീരിയൻസസ് ഉണ്ട്. ചില സർട്ടൻ പ്ലെയിനിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിന് അവർക്ക് ഫിസിക്കൽ ബോഡിയിൽ തന്നെ വേണം. അങ്ങനെ തന്നെ ചെയ്യേണ്ടതാണെങ്കിൽ ആ എക്സ്പീരിയൻസ് കഴിയുന്നവരെ അവർ ഒരു പക്ഷേ ഫിസിക്കലി കോൺഷ്യസ് ആയിക്കൊള്ളണമെന്നില്ല, പക്ഷേ അവർ ആസ്ട്രലി അവർ നല്ല കോൺഷ്യസ് ആയിരിക്കും. ഇനി രണ്ടാമത്, നിങ്ങൾ ചില പേഷ്യൻസ്, ഇതിപ്പോ നമ്മളെ വിഷയത്തിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്, അതാണ് ഞാൻ മ്യൂട്ട് ചെയ്യുന്നത്. ഇനി ഞാൻ മ്യൂട്ട് ചെയ്യണേ, ഇനി നിങ്ങൾ ആരും ചോദിക്കണ്ട ഈ ചോദ്യം, ഇതിനും കൂടെ ആൻസർ പറയാം. ഓക്കെ, മ്യൂട്ടാക്കി. ഓക്കെ, ഇപ്പൊ നമ്മൾ വിചാരിക്കുകയാണ് ഒരു പേഷ്യന്റ് ഇത് കണ്ടില്ലേ, അയാൾ കിടന്ന് നരകിക്കുന്നു, അയാൾക്ക് ബോധമൊന്നുമില്ല, അയാൾക്ക് ഭയങ്കര നരകമാണ്, പൊട്ടി ഒലിച്ചിട്ടുണ്ട്, ആഹാരം കഴിക്കുന്നില്ല, എല്ലും തോലും ആയിട്ടുണ്ടെന്ന്. സോ എനിക്കും നിങ്ങൾക്കും ആ തോന്നുന്ന അയാളുടെ ബോഡി പൊട്ടി ഒലിച്ച വേദന അയാൾക്ക് ഉണ്ടാവുന്നു. അയാൾ എല്ലും തോലുമായി എന്ന് എനിക്കും നിങ്ങൾക്ക് തോന്നുന്നത്, അയാൾ സഫർ ചെയ്യുന്നുണ്ടെന്ന് എനിക്കും നിങ്ങൾക്ക് തോന്നുന്നത്. അയാൾ ഫിസിക്കലി ഒരു സഫറിങ്സും ഇല്ല, കാരണം അയാളുടെ ഫിസിക്കൽ ബോഡിയിലുള്ള ബോധം വളരെ കുറവാണ്. ആ കുറഞ്ഞ ബോധത്തിൽ അയാൾക്ക് ഒരു സഫറിങ്സും അനുഭവിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഒരു കിടപ്പിലായിട്ട് ഇങ്ങനെ കിടക്കുന്ന ആള് ഒരിക്കലും അയാളൊന്നും സഫർ ചെയ്യുന്നില്ല. ക്ലിയർ അല്ലേ? അയാൾ ഒരു വേദനയും കാര്യമൊന്നും അറിയുന്നില്ല. അതേ സമയത്ത് അയാളുടെ ബോധം ഇന്നർ വേൾഡിൽ പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവും, ഈ സഫറിങ്സോ കാര്യങ്ങളൊന്നും ഇല്ലാതെ. നമ്മളെ ബോഡിക്ക് താങ്ങാൻ പറ്റുന്നതിന് അപ്പുറമുള്ള ഒരു വേദനയോ പ്രയാസമോ വന്നു കഴിഞ്ഞാൽ നമ്മളെ കോൺഷ്യസ്നെസ് നമ്മളെ ബോഡിയിൽ നിന്ന് വിട്ടുപോകും. അതുകൊണ്ട് ആൾക്കാർ പറയാം വേദന കൂടി ബോധം കെട്ടുപോയി, അത് പറ്റി ബോധം കെട്ടു എന്ന് പറയുന്നില്ലേ? കാരണം അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ഈ അബോധാവസ്ഥയിൽ ഇരിക്കുന്ന ആൾക്കാർ ആരും തന്നെ അവരുടെ ഒരു വിഷമവും കാര്യവും നമ്മൾ വിചാരിക്കും അവർ സഹിക്കുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അവർ ഞെരങ്ങുന്നത്, പെടയുന്നതും ഒക്കെ, അവരൊന്നും അറിയുന്നില്ല. അതേ സമയത്ത് അവർ അറിയേണ്ട കാര്യങ്ങൾ അവർ അറിയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങൾ എന്തെങ്കിലും ചെയ്തുകൊണ്ട് ഇവരെ പെട്ടെന്ന് റിലീസാക്കി വിടുകയാണെങ്കിലോ, ഇങ്ങനെ അനുഭവങ്ങൾ ആർജിക്കാനുള്ള അവരെ അവസരത്തിനെയും കൂടിയാണ് നിങ്ങൾ ഒഴിവാക്കിയത്. ആ കർമ്മ എന്താണെന്നറിയോ? സോ നമ്മൾ കോമയിലാണെന്ന് കരുതിയിട്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ഇങ്ങനെയാണെന്ന്. ഓക്കെ, ഇതിന്റെ ഒരു സ്പിരിച്വൽ സൈഡാണ്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞതിന്റെ ഒരു സ്പിരിച്വൽ സൈഡാണ്. സോ ഇതിന് മറ്റുള്ള തലത്തിലുള്ള മെഡിക്കൽ സൈഡ് ഉണ്ടാവാം, ബാക്കിയുള്ള കുറെ കാര്യങ്ങളുണ്ട്, പക്ഷെ ഇതതിന്റെ സ്പിരിച്വൽ സൈഡാ പറയുന്നത്. അപ്പൊ നമുക്ക് വേറെ ആസ്പെക്റ്റിൽ ഒരു പക്ഷേ നമ്മൾ ഇതിനെ ഡിബേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പലതും പറയാൻ. നമ്മളിത് ഇനിയൊരു നമ്മൾ വന്നിരിക്കുന്നത് അനുഭവങ്ങൾ ആർജിച്ച് ആത്മാവ് വളരാൻ വേണ്ടിയാണ്
എന്നുള്ള ബോധത്തിൽ നിന്നാണ് ഈ രീതിയിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ക്ലിയർ? സോ ആരോഗ്യ പ്രശ്നങ്ങൾ ഇങ്ങനെയാവാം. പിന്നെ എന്താണ്, സമയം കഴിഞ്ഞില്ലേ? ഓക്കെ, ഇതുപോലെ സാമ്പത്തിക പ്രശ്നത്തിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? സാമ്പത്തിക പ്രശ്നം വരുന്നതിനും കാരണം എന്താന്ന് വെച്ചാല് നമ്മള് ചില കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ നമുക്ക് നമ്മളെ മൈൻഡിൽ ഒരു ചിന്ത വരികയാണ്, ഇതൊന്നും എന്നെ കൊണ്ട് പറ്റുന്നൊന്നും തോന്നില്ല, എനിക്കൊന്നും ഇത് ചിന്തിക്കാനേ പറ്റില്ല, എന്നെ കൊണ്ട് ഇതൊന്നും സാധിക്കില്ല. സാധിക്കില്ലേ വേണ്ട, എനിക്കിത് അനുഭവിക്കാനുള്ള യോഗല്ലേ വേണ്ട, എന്നെ കൊണ്ട് കഴിയില്ലേ വേണ്ട, എനിക്ക് മേടിക്കാൻ പറ്റിയില്ലേ വേണ്ട. അങ്ങനെ ചിന്തിക്കാതിരിക്കുക. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞ് എന്ത് സംഭവിക്കുന്നറിയോ? ഈ പറ്റായിക, ഈ സാധിക്കായിക, ഈ അസാധ്യം എന്ന് പറയുന്ന സംഗതി നിങ്ങൾ മെന്റൽ വേൾഡിൽ വരച്ചു. അത് താഴേക്ക് വരുമ്പോൾ എന്താവും അറിയോ? നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സാമ്പത്തിക നിരാശയായിട്ടാണ് അത് ഇമോഷണൽ തലത്തിൽ പ്രകടമാകുക. ആ സാമ്പത്തിക നിരാശ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ? നമുക്ക് തോന്നുകയാണ് എനിക്ക് ഒരു കാര്യവും പറ്റില്ല, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ദാരിദ്ര്യ അവബോധമായിട്ടത് മാറും. ഇത് നമ്മുടെ ഭൗതിക ജീവിതത്തിൽ പ്രകടമാവുന്നത് ദാരിദ്ര്യമായിട്ടും സാമ്പത്തിക ബുദ്ധിമുട്ടായിട്ടും വരും. അപ്പൊ നമ്മുടെ ചിന്തകളിൽ നമ്മൾ ആദ്യം അത് വിതയ്ക്കാതിരിക്കുക, ചിന്തകൾ അത് ചെയ്യുന്നില്ല എന്നുള്ളത് നിങ്ങൾ ഉറപ്പിക്കുക. ഓക്കെ, ഇനി നിങ്ങൾ മെജോറിറ്റി ആൾക്കാരും പ്രാണിക് ഹീലേഴ്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ചില സൊല്യൂഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് കുറെ വർഷം മുന്നേ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2021 മറ്റോ ഒരിക്കല് ഹീലേഴ്സിന് വേണ്ടി, പ്രാണിക് ഹീലേഴ്സിന് വേണ്ടി ചെയ്തൊരു പ്രോഗ്രാം, സോൾവ് യുവർ പ്രോബ്ലംസ് ബിഫോർ ദേ ഒക്കർ. ഓക്കെ, ഒരു പ്രോബ്ലം ഉണ്ടാവുന്നതിന് മുമ്പ് നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യാം. സോ പ്രശ്നങ്ങൾ ഇങ്ങനെയാവാം. ഇറ്റ് ക്യാൻ ബി എ ഹെൽത്ത് ഇഷ്യൂ, റിലേഷൻഷിപ്പ് ഇഷ്യൂ, ഓർ സൈക്കോളജിക്കൽ ഓർ ഫൈനാൻഷ്യൽ, ഇതിൽ ഏതും ആവാം. സോ സോൾവ് യുവർ പ്രോബ്ലംസ് ബിഫോർ ദേ ഒക്കർ ഫിസിക്കലി. ബിഫോർ ദേ ഒക്കർ നമുക്ക് ഭൗതികമായിട്ട് വരുമ്പോൾ നമ്മളതിനെ അനുഭവിക്കുക പറയാം. അത് അനുഭവിക്കുന്നതിന് മുന്നേ ഫിസിക്കലി. സോ നമ്മൾ പ്രാണിക് ഹീലേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും, നമുക്ക് ഫിസിക്കൽ ബോഡിയിൽ ഒരു രോഗം വരുന്നതിന് മുമ്പ് അത് ആദ്യം പ്രകടമാവുന്നത് എനർജി ബോഡിയിലാണ്. അപ്പൊ നിങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങൾ ഹീൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എനർജി ബോഡിയിൽ നിന്ന് തന്നെ രോഗാവസ്ഥയെ നിങ്ങൾക്ക് നീക്കം ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഫിസിക്കലി നിങ്ങൾക്ക് അത് അനുഭവിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങൾ ഹീലിംഗ് ചെയ്യുന്നതിലൂടെ, സ്ഥിരമായിട്ട് സെൽഫ് ഹീലിംഗ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പല ഹെൽത്ത് ഇഷ്യൂസിനെയും ഭൗതികമായിട്ട് അനുഭവിക്കേണ്ട ആവശ്യം വരില്ല. അതിനെ നിങ്ങൾക്ക് ഊർജ്ജ തലത്തിൽ തന്നെ റിമൂവ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഹീലേഴ്സിനുള്ള ഒരു സൊല്യൂഷൻ ആണ് പ്രാണിക് ഹീലിംഗ്, സെൽഫ് ഹീലിംഗ്, സ്ഥിരമായിട്ട് സെൽഫ് ഹീൽ ചെയ്യാം. ഓക്കെ, സോ പ്രോബ്ലംസ് ഒക്കർ ഇൻ ദ ഇൻവിസിബിൾ വേൾഡ് ബിഫോർ ദേ ഒക്കർ ഫിസിക്കലി. അപ്പൊ അത് ആദ്യം എനർജി വേൾഡിലാണ് അത് സംഭവിക്കുക, ഭൗതിക തലത്തിൽ സംഭവിക്കുന്നതിന് മുമ്പ്. എനർജി വേൾഡിൽ തന്നെ നീക്കം ചെയ്യാനുള്ളതാണ് പ്രാണിക് ഹീലിംഗ്. സോ ഇതേപോലെയാണ് ഇപ്പൊ ഒരാൾക്ക് നമ്മൾ കാണുന്നുണ്ട്, അവരുടെ എനർജി ബോഡി കാണാൻ പറ്റുന്നുണ്ട്, നല്ല ബ്രൈറ്റ് ആയിട്ട്. ആ മുട്ടിന്റെ ഭാഗത്ത് ചാര നിറത്തിൽ കാണാൻ സാധിക്കും. ഈ സമയത്ത് അയാൾക്ക് മുട്ടുവേദന ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇത് ഊർജ്ജ തലത്തിലുള്ള രോഗാവസ്ഥയാണ്. ഇത് ക്രമേണ കുറച്ച് ദിവസങ്ങൾ കൊണ്ടോ ആഴ്ചകൾ കൊണ്ടോ ചിലപ്പോൾ മാസങ്ങൾ കൊണ്ടോ ആയിരിക്കും ഫിസിക്കൽ ബോഡിയിൽ മുട്ടുവേദനയായിട്ട് പ്രകടമാകുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇത് എനർജി തലത്തിൽ വന്നപ്പോഴേ തന്നെ നമ്മൾ അതിനെ നീക്കം ചെയ്യുകയാണെങ്കിൽ ഫിസിക്കൽ ബോഡിയിൽ അത് പെയിൻ ആയിട്ടോ അല്ലെങ്കിൽ നീ പെയിൻ ആയിട്ടോ മുട്ടുവേദനയായിട്ടോ പ്രകടമാവില്ല. ഓക്കെ, സോ ഈ മുട്ടുവേദനയും നടുവേദനയും ശാരീരിക രോഗങ്ങളും മാത്രമല്ല ഊർജ്ജതലത്തിൽ പ്രകടമായിട്ട് ഫിസിക്കൽ ബോഡിയിൽ പ്രകടമാകുന്നു. ഈ നിങ്ങളുടെ ജീവിതത്തിലുള്ള എന്ത് ഇഷ്യൂസും അത് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും അതേപോലെ വൈകാരിക പ്രോബ്ലംസ് ആണെങ്കിലും മാനസിക പ്രശ്നങ്ങളാണെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങളാണെങ്കിലും നിങ്ങളുടെ ഭൗതിക ജീവിതത്തിൽ അത് പ്രകടമാവുന്നതിന് മുമ്പ് അത് അതിൻ്റെ ഭൗതിക ജീവിതത്തിന്റെ ഭൗതിക തലത്തിന്റെ ഇൻവിസിബിൾ ആസ്പെക്ട് ആയിട്ടുള്ള എത്രിക് തലത്തിൽ അല്ലെങ്കിൽ എനർജി ബോഡിയിൽ എനർജി തലത്തിൽ അത് പ്രകടമാവും. എനർജി തലത്തിൽ പ്രകടമാവുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനെ റിമൂവ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് ഫിസിക്കലി പ്രകടമാവുന്നില്ല എന്ന് ഉറപ്പിക്കാൻ സാധിക്കും. ക്ലിയർ ആണോ? സോ പ്രാണിക് ഹീലേഴ്സിന് ലക്കിലി നമ്മൾ അത്രയും സൗഭാഗ്യമുള്ള ആൾക്കാരാണ്. നമ്മളെ ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ള ഇഷ്യൂസ് എന്ത് തന്നെയാണെങ്കിലും
അത് ആരോഗ്യ പ്രശ്നം ആയിക്കൊള്ളട്ടെ, മാനസിക പ്രശ്നം ആയിക്കൊള്ളട്ടെ, റിലേഷൻഷിപ്പ് ഇഷ്യൂ ആയിക്കൊള്ളട്ടെ, ഫൈനാൻഷ്യൽ പ്രോബ്ലം ആയിക്കൊള്ളട്ടെ, എന്തും ആയിക്കൊള്ളട്ടെ, അതിനെ ഫിസിക്കലി പ്രകടാവുന്നതിന് മുമ്പ്, ഭൗതിക ജീവിതത്തിൽ പ്രകടാവുന്നതിന് മുന്നേ ഊർജ തലത്തിൽ വെച്ച് തന്നെ അതിന്റെ ഊർജത്തെ നീക്കം ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ ഒഴിവാക്കാൻ പറ്റും. അതാണ് പ്രാണിക് ഹീലിംഗ്. സോ റെഗുലർ ആയിട്ടുള്ള സെൽഫ് ഹീലിംഗ് ചെയ്യുക, റെഗുലർ സെൽഫ് ഹീലിംഗ്, ജനറൽ സീറ്റിങ്ങും ചക്രകൾ ക്ലെൻസ് ചെയ്യുക, എനർജീസ് ചെയ്യുകയൊക്കെ ചെയ്യും. പിന്നെ സെൽഫ് ഹീലിങ്ങിനുള്ള കുറേ തന്ത്രങ്ങൾ. അപ്പൊ പ്രാണിക് ഹീലിംഗ് പഠിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ ഊർജ്ജതലത്തെ ശുദ്ധീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് സോൾട്ട് വാട്ടർ ബാത്ത്, ഉപ്പുവെള്ളത്തിൽ കുളിക്കുക. സോ സ്ഥിരമായിട്ട് നിങ്ങൾ ഉപ്പുവെള്ളത്തിൽ കുളിക്കുമ്പോൾ നിങ്ങൾക്ക് ഫിസിക്കലി അനുഭവിക്കേണ്ട പല ഇഷ്യൂസും എത്രിക് ബോഡിയിൽ വന്നിരിക്കും. എനർജി ബോഡിയിൽ പ്രകടമാവുമ്പോഴേ ഉപ്പുവെള്ളത്തിൽ കുളിക്കുമ്പോൾ അതൊക്കെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകും. സ്ഥിരമായിട്ട് ഉപ്പുവെള്ളത്തിൽ കുളിക്കുക. നിങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലംസ്, ഹെൽത്ത് പ്രോബ്ലം മാത്രമല്ല മറ്റൊരുപാട് ഇഷ്യൂസിനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭൗതിക ജീവിതത്തിൽ പ്രകടമാക്കുന്നതിന് മുന്നേ ഒഴിവാക്കാൻ പറ്റും. സോ കൂടെ പഠിക്കാത്ത ആൾക്കാർ പ്രാണിക് ഹീലിംഗ് പഠിക്കുക, സെൽഫ് ഹീലിംഗ് പഠിക്കുക. വീട്ടിൽ ഒരു പ്രാണിക് ഹീലറെങ്കിലും ഉണ്ടാവണം എന്ന് പറയുന്നതിന് ബാക്കിയുള്ള ആൾക്കാർക്ക് ഹീൽ ചെയ്ത് കൊടുക്കുക. ഓക്കെ. സോ നിങ്ങളുടെ ലൈഫിൽ അത് ഫിസിക്കലി പ്രകടമാവുന്നതിന് മുന്നേ അതിന് ഊർജ്ജ തലത്തിൽ ഒഴിവാക്കും. ഓക്കെ. പിന്നെ ഡിസയർ ആയിട്ട് നമുക്ക് വേറെ ആളോടുള്ള ആങ്കറും ഹേറ്റഡും ഒക്കെ ആയിട്ട് ഇമോഷണൽ തലത്തിൽ നമുക്ക് ഒഴിവാക്കാം. മെന്റൽ തലത്തിൽ നമ്മൾ അവരെ മെന്റലി ക്രിട്ടിസൈസ് ചെയ്യാതിരിക്കുക, ഒഴിവാക്കുക. ഓക്കെ. സോ നമ്മൾ മാനസിക തലത്തിൽ വിതയ്ക്കുന്നത് തന്നെയാണ് നമ്മൾ ഫിസിക്കലി കൊയ്യുന്നത്. വിതയ്ക്കുന്നത് നമ്മളായിരിക്കും, കൊയ്യാൻ നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല. അപ്പൊ ആരെയും സഹായം വേണ്ടി വരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു തെങ്ങിന്റെ തൈ നടാൻ നമുക്ക് ഒരാളെയും സഹായം വേണ്ട. പക്ഷെ അത് വലിയ തെങ്ങായി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് തേങ്ങ വലിച്ചു തരാൻ വേറെ ആളെ സഹായം വേണ്ടി വരും. ഒരു ഏക്കർ സ്ഥലത്ത് വേണമെങ്കിൽ നെല്ല് വിതയ്ക്കാൻ നമുക്ക് ഒരാളെയും സഹായം വേണ്ട. ഒരു മൂലയിൽ ഇരുന്ന് ഇങ്ങനെ വലിച്ചെറിഞ്ഞാൽ മതി, എല്ലാവരുടെയും വന്നത് മുളച്ചോളും. പക്ഷെ കൊയ്യാൻ വേണ്ടി ഒരേക്കർ സ്ഥലം നമുക്ക് ഒറ്റയും കൊയ്യാൻ പറ്റില്ല. നടുവേദന ഉള്ളവന് വിതയ്ക്കാൻ എളുപ്പമാണ്, പക്ഷെ കൊയ്യാൻ അവന്റെ നടുവേദന സമ്മതിക്കില്ല. അപ്പൊ ഇത് ആരെയും സഹായം വേണ്ടി വരും. അപ്പൊ നമ്മൾ ഓർക്കുക, നമ്മുടെ ജീവിതത്തിലുള്ള പല പ്രശ്നങ്ങളും പല ആൾക്കാരും കൊണ്ടുവന്ന് തരുന്നത് മുഴുവൻ നമ്മൾ തന്നെ വിതച്ചതാണ്. നമ്പർ 1, അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇനി അത് വിതയ്ക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളെ ചിന്തകളിലൂടെയും വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും വിതയ്ക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ പറ്റുന്ന ഒരു രീതി പറഞ്ഞാല് അത് നമ്മളെ വിതച്ചത് നമ്മളെ ജീവിതത്തിൽ പ്രകടമാവുന്നതിന് മുന്നേ അത് ഊർജ്ജ തലത്തിൽ പ്രകടമാവും. അവിടെ വെച്ച് അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സെൽഫ് ഹീലിംഗ് പ്രാക്ടീസ് ചെയ്യാം, ഹീലിംഗ് ചെയ്യാം. ഇനി അത് മാനസിക തലത്തിലോ വൈകാരിക തലത്തിലോ വെച്ച് തന്നെ അതിനെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് റിമൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പ്രാണിക് സൈക്കോതെറാപ്പി അപ്ലൈ ചെയ്യാം. പ്രാണിക് സൈക്കോതെറാപ്പി. സോ നിങ്ങൾ റെഗുലർ ആയിട്ട് കുറച്ച് കാലം നിങ്ങൾ പ്രാണിക് സൈക്കോതെറാപ്പി അപ്ലൈ ചെയ്യാണ് നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് ഇഷ്യൂസ് സോൾവ് ചെയ്യപ്പെട്ടു. നിങ്ങളെ നമുക്ക് പറയാം ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു ആവറേജ് നമുക്ക് പറയാം ഒരു 75%, 50 to 75% ഗ്യാരണ്ടിയാണ് നിങ്ങളുടെ ആരോഗ്യത്തിൽ. നിങ്ങളെ മറ്റു പല പ്രശ്നങ്ങളും, സാമ്പത്തിക പ്രശ്നവും മറ്റു പല ഇഷ്യൂസിലും നല്ലൊരു പെർസെൻറ്റേജ് ഗ്യാരണ്ടിയാണ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാണിക് സൈക്കോതെറാപ്പി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ. കാരണം അതിനെ നമ്മൾ മാനസിക തലത്തിലും വൈകാരിക തലത്തിലും വെച്ച് അതിനെ നമ്മൾ നിർമ്മാർജ്ജനം ചെയ്യുന്നു. മാനസിക തലത്തിലോ വൈകാരിക തലത്തിലോ ഇല്ലെങ്കിൽ ഫിസിക്കലി ഉണ്ടാവില്ല. എനർജി വേൾഡിലുള്ളത് ഫിസിക്കൽ വേൾഡിൽ ഉണ്ടാവും. വാട്ട് അഫക്ട്സ് ദ എനർജി ബോഡി അഫക്ട്സ് ദ ഫിസിക്കൽ ബോഡി. എനർജി ബോഡിയിൽ അഫക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ബോഡിയിൽ അഫക്ട് ചെയ്യണ്ട. സോ അതിനെ അതിന്റെ ഇന്നർ വേൾഡിൽ വെച്ച്, ഇൻവിസിബിൾ വേൾഡിൽ വെച്ച് അതിനെ നിങ്ങൾ റിമൂവ് ചെയ്യുന്നു എന്ന് ഉറപ്പിക്കുക. സോ ഒരിക്കൽ കൂടെ നിങ്ങളുടെ മൈക്ക് അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമ്മളെ സെഷൻ ഇവിടെ അവസാനിക്കും. എന്താ ചെയ്യാ? ഒരാൾ ആരാണ്? അർച്ചന, ചോദിക്കൂ. ആ തോട്ട് വരുമ്പോ എന്താ ചെയ്യാ? അറിയാതെ വന്നു പോവുമല്ലോ. നല്ല ചോദ്യം. നിങ്ങൾ പ്രാണിക് ഹീലിംഗ് പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഓക്കെ. അപ്പൊ ബേസിക്കിന്റെ ബുക്ക് എടുക്കുക. അതിന്റെ ലാസ്റ്റ് പേജിൽ ഇന്നർ റിഫ്ലക്ഷൻ ആൻഡ് ഫേം റെസൊല്യൂഷൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ചെയ്യാം. നല്ല ചോദ്യം. ഞാൻ ചോദ്യം ആരും ചോദിക്കണ്ട. നമസ്തേ. നമസ്തേ. സാറേ, മറ്റുള്ളവരുടെ ശാപങ്ങൾ നമ്മളെ ബാധിക്കോ? അതുപോലെ അത് നമ്മൾ കേട്ടാൽ മാത്രം നമ്മളുടെ ഓറയിലേക്ക് എത്തുള്ളൂ, അല്ലെങ്കിൽ അല്ലാതെ തന്നെ അത് നമ്മളെ ബാധിക്കുന്നതാണോ? കേൾക്കൊന്നും വേണ്ട, അവർ ശപിച്ചാൽ തന്നെ ബാധിക്കും.
കേൾക്കണമെന്നൊന്നുമില്ല. ഇത് അറിഞ്ഞാൽ മതി. ഇതെങ്ങനെ റിക്കവർ ആകേണ്ടതെന്ന് അറിയണ്ട. അത് സാറ് പറഞ്ഞുതരുമല്ല. എങ്ങനെയാണ് നമുക്ക് വേറൊരാള് നമ്മളെ ശപിക്കാതിരിക്കണ എന്ത് ചെയ്യണം? മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നവർ അങ്ങനെ ബാധിക്കൂലല്ലോ. ആ നല്ലത്. നിങ്ങളെ വിശ്വാസം നിങ്ങൾ രക്ഷിക്കട്ടെ. ഒരാള് വിതച്ചിട്ടുണ്ടെങ്കിൽ അയാൾ കൊയ്തിരിക്കും. നമ്മളെ വേറെ ആൾ ശപിക്കാതിരിക്കണ എന്ത് ചെയ്യണം? നമ്മളാരെ ക്ഷമിക്കാതിരിക്കണം. അതെ. ഓക്കെ. ഇനി ആരെയും ശപിച്ചിട്ടുണ്ടെങ്കിൽ ആ ബേസിക് ബുക്കിന്റെ ലാസ്റ്റ് ഭാഗത്ത് പറഞ്ഞ് ഇന്നർ റിഫ്ലക്ഷൻ ചെയ്യാം. എന്നിട്ട് അവരോട് മാപ്പ് പറയാ, അവരെ ബ്ലസ് ചെയ്യുക, എല്ലാരെയും ബ്ലസ് ചെയ്യുക. ആ ടെൻഡൻസി, ശപിക്കാനുള്ള ടെൻഡൻസി എടുത്ത് കളയുക. വേറെ ആൾക്കാരെ മെന്റലി ക്രിട്ടിസൈസ് ചെയ്യാനും ശപിക്കാനുള്ള ടെൻഡൻസി റാണി സൈക്കോതെറാപ്പി ചെയ്തോ ബ്ലൂ ട്രയാങ്കിൾ ചെയ്തോ ഒക്കെ കളയാം. വൺസ് നിങ്ങൾ ശപിക്കൻ വേറെ ആള് നിങ്ങളെ ശപിക്കാതിരിക്കണമെങ്കിൽ ശപിക്കാൻ പാടില്ല എന്നുള്ളത് നമ്മൾ പഠിക്കണം. നമ്മളിൽ വേറെ ആളെ ക്രിട്ടിസൈസ് ചെയ്യാനോ ശപിക്കാനുള്ള ടെൻഡൻസി ഇല്ല എന്നും നമ്മൾ വരുത്തണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആ കർമ്മ ന്യൂട്രലൈസ് ചെയ്യും. വേറൊരാൾക്കും നിങ്ങളെ ശപിക്കാനും പറ്റില്ല, ഓൾറെഡി ശപിച്ചത് നിങ്ങളെ ബാധിക്കുകയില്ല. അതിനാ മാസ്റ്റർ പറഞ്ഞത് മെഡിറ്റേറ്റ് ആൻഡ് ലേൺ ദ ലെസൺ ടു ബി ലേൺ. അത് നമ്മൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്നില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് പഠിക്കും. ചെറിയ ചോദ്യങ്ങളൊന്നും ഇല്ല അല്ലേ? ഓക്കെ, നല്ല ചോദ്യം. മറ്റെന്തെങ്കിലും? ഓക്കെ. സോ സ്കൂൾ ഓഫ് വെർച്യൂസ്, നിങ്ങൾ സ്കൂൾ ഓഫ് വെർച്യൂസിന്റെ ക്ലാസ്സുകളുണ്ട്, അതിന്റെ ബാച്ച് ക്ലാസ്സുകളുണ്ട്. ആ ബാച്ച് ക്ലാസ്സുകളിലൊക്കെ നമ്മൾ എങ്ങനെ നമ്മളെ കയ്യിൽ നിന്നും ഇത്തരത്തിലുള്ള മോശം കാര്യങ്ങളൊന്നും വീണ് മുളയ്ക്കുന്നില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പൊ പല ആൾക്കാർക്കും ഒരു സംശയമുണ്ട്, ഇത് കുട്ടികൾക്കുള്ള ക്ലാസ് അല്ലേ, കുട്ടികൾ ഇരിക്കില്ല. ഞാൻ അതിന് മുമ്പുള്ള ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് കുട്ടികൾക്കുള്ളത് എന്ന് വെച്ചാല്, നിങ്ങളിപ്പോ വിങ്സ് ഓഫ് വിസ്ഡം എന്ന് പറയുന്നത് ചെറിയ പ്രായത്തിലുള്ള എത്ര വയസ്സാണ് നമ്മൾ പറഞ്ഞ? 5 വയസ്സോ അല്ലേ? 5 to 7 5 to 9 മറ്റോ ആണ്. ആ ഏജിലുള്ള കുട്ടികളുടെ പാരന്റ്സിന് അതിൽ ജോയിൻ ചെയ്യാം. ആ പാരന്റ്സിലൂടെയാണ് നമ്മൾ ആ കുട്ടികളിലേക്ക് ആ ടീച്ചിങ് കൊടുക്കുന്നത്. പാരന്റ്സിന് അതിന് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ട്. അപ്പൊ നിങ്ങൾ ആ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യുക. നമുക്ക് വേണ്ടിയല്ല, ഇത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി, അല്ലെ ഇത് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി. സ്കൂൾ ഓഫ് വെർച്യൂസ് ഒരു നല്ലൊരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളതാണ്, നല്ലൊരു നാളേക്ക് വേണ്ടിയുള്ളതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കഴിയുന്നത്ര ആളുകളിലേക്ക് സ്പ്രെഡ് ചെയ്യാം. സ്കൂൾ ഓഫ് വെർച്യൂസിനെ പറ്റി പറയാം, ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ പങ്കെടുക്കാൻ വേണ്ടി പറയാം. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ ദിവസം എന്നല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന എല്ലാ ക്ലാസ്സുകളും എത്ര നല്ല നല്ല ക്ലാസ്സുകളാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പരിവർത്തനങ്ങൾ മാറ്റാൻ പറ്റുന്ന പരിവർത്തനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന ക്ലാസ്സുകൾ. പിന്നെ അതിന്റെ ബാച്ചുകൾ, ഈ 4 ബാച്ച് ഉണ്ട്. അതിൽ ഇനി നിങ്ങൾക്ക് ക്ലബ് ഫോർച്യൂൺ പറയുന്ന ബാച്ചിൽ ആർക്കും പങ്കെടുക്കാം. ഏത് പ്രായമുള്ള ആർക്കും പങ്കെടുക്കാൻ പറ്റുന്നതാണ് ക്ലബ് ഫോർച്യൂൺ. അതിൽ ഈ എല്ലാ പ്രോഗ്രാംസും എല്ലാ ബാച്ചും ഉൾപ്പെട്ടിട്ടുള്ളതാണ്. സോ സ്കൂൾ ഓഫ് ഹീലിംഗിന്റെ ഭാഗമാകും. അതേപോലെ ഈ വെനസ്ഡേ ഉള്ള ഒരു ക്ലാസ് നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക. സോ ഇത്രയും നേരം ഇതൊക്കെ കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. താങ്ക് യു വെരി മച്ച്. ഉപരിയായിട്ട് നന്ദി. ഒരു മിനിറ്റ് ചോദിക്കാം. ഒരു കാര്യം, നിങ്ങൾ എല്ലാവരും നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്തു. കാര്യം നിങ്ങൾ 1-2 ആൾക്കാരെ സംശയം ചോദിക്കുകയോ ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ പോലും എനിക്ക് നന്നായിട്ട് സെൻസ് ചെയ്തു. നിങ്ങൾ എല്ലാവരും നല്ല ശ്രദ്ധിച്ചിരിക്കുന്നതായിട്ടും ഇതിന്റെ കൂടെ സഞ്ചരിക്കുന്നതായിട്ടും സെൻസ് ചെയ്തു. സോ എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. താങ്ക് യു വെരി മച്ച്. ഹാപ്പി ചോദിച്ചോളൂ. സാറേ, ഈ ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോ കുഞ്ഞിന് കിട്ടുന്ന ശാപങ്ങൾ നമ്മൾ എങ്ങനെ ക്ലിയർ ചെയ്യണം? ദൈവമേ, അതെ, ആരാ ഈ ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന കുഞ്ഞിനെയൊക്കെ ശപിക്കാൻ പോകുന്നു? ആരാ പറയുന്നത്? ഗർഭാവസ്ഥയുള്ള കുട്ടീനെയൊക്കെ ആരാ ശപിക്കുന്നത്? അല്ല, എനിക്ക് തോന്നുന്നില്ല. കാര്യം എന്താണെന്നറിയാം, ഇത് ഞാൻ വെറുതെ പറയുകയല്ല. ഒരുവിധപ്പെട്ട ആർക്കെങ്കിലും അത് തോന്നുമോ? നിങ്ങൾ തോന്നുന്നു, ഒരു 100 പേരുണ്ടെങ്കിൽ എത്ര ശതമാനം ആൾക്കാർക്ക് അങ്ങനെ തോന്നുന്നു ഒരു ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന കുട്ടീനെ ശപിക്കണം? എത്ര പേർക്ക് തോന്നുന്നു? എനിക്കൊരു സൊല്യൂഷൻ വേണം, അതാണ് ചോദിച്ചത്. അത് സൊല്യൂഷൻ ആയിക്കോട്ടെ, ഞാൻ ചോദ്യതല്ല. എത്ര ശതമാനം ആൾക്കാർക്ക് അങ്ങനെ തോന്നാൻ സാധ്യതയുണ്ട്? മാക്സിമം. പക്ഷേ നിങ്ങളെ ചോദ്യത്തിന് ഞാൻ ആൻസർ പറയാം, എന്റെ ചോദ്യത്തിനൊന്ന് ആൻസർ പറയും. നിങ്ങൾക്ക് ഇത് സൊല്യൂഷൻ മാത്രം കിട്ടിയാൽ പോരല്ലോ, നല്ല രീതിയിൽ കിട്ടണ്ടേ? അതിനുള്ള ചോദ്യം.
എത്ര ശതമാനം ആൾക്കാർക്ക് ഉണ്ടാവും? പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഇങ്ങനത്തെ സെഷനിലുണ്ടല്ലോ എപ്പോഴും ചോദ്യം ചോദിക്കുമ്പോഴേ ആ സെഷന്റെ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ ചോദിക്കാവൂ കേട്ടോ. അതും കൂടെ ഉണ്ട് കാര്യം. നമുക്ക് ഇഷ്ടംപോലെ സെഷൻസ് ഉണ്ട്, അതിലൊക്കെ ചോദിക്കുക. അർഹാദി യോഗയുടെ ഓക്കെ സെഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കുക. ഇത് പബ്ലിക്കിനുള്ള പ്രോഗ്രാമാണ്. ഓക്കെ സാറേ, ഞാൻ പേഴ്സണലായിട്ട് ചോദിക്കാം. ഓക്കെ, അല്ല അത് വേണ്ട, അത് നിങ്ങൾ ചോദിച്ച സ്ഥിതിക്ക് അത് പറയാം. പക്ഷെ നിങ്ങൾ എല്ലാവരും അങ്ങനെ ശ്രദ്ധിക്കുക, നമ്മളെ ആ ഒരു ടോപ്പിക്കായിട്ടൊക്കെ കണക്ട് ചെയ്ത് ചോദിക്കാൻ ശ്രമിക്കുക. ഇത് പറയൂ, മാക്സിമം എത്ര പെർസെന്റേജ് ഓഫ് ആൾക്കാർ അങ്ങനെ ചെയ്യും? മാക്സിമം പറയാല് ആരെങ്കിലും പറയും? ഇല്ല, എത്ര കുറവായിരിക്കും. ശതമാനം ആൾക്കാർക്ക് സാധിക്കും അങ്ങനെ ഗർഭസ്ഥ ശിശുവിനെ ശപിക്കാൻ? ആരും ശ്രമിക്കില്ല. അത്രയും ഭയങ്കര ചീത്ത മനസ്സിലുള്ളവർക്കേ പറ്റുള്ളൂ. അല്ല, അതെ ഞാൻ ചോദിക്കുന്നത്, മാക്സിമം എത്ര പെർസെന്റേജ് ഉണ്ടാവും അങ്ങനത്തെ ആൾക്കാർ? ഒരു 1% ഉണ്ടാവും. കാരണം ഞാൻ 2-3 പേര് അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഓക്കെ, ശരി. അത് മാക്സിമം അല്ലേ 1% സുമിഷ? അതെ അതെ, അത് 2-3 പേര് മാക്സിമം മാക്സിമം എക്സ്റ്റെൻഡ് ചെയ്താൽ 3% ഉണ്ടാവുമായിരിക്കും. ഓക്കെ, ലീവ് ഇറ്റ്. 3എങ്കിലും 3. നിങ്ങൾക്കറിയോ ഒരു ഗർഭിണിയായിരിക്കുന്ന അമ്മയുടെ സ്പിരിച്വൽ കോഡിന്റെ സൈസ് എത്രയായിരിക്കും? നിങ്ങൾ സോൾ റിയലൈസേഷന്റെ ക്ലാസ് ഒക്കെ പഠിച്ച ആൾക്കാരായിരിക്കും. ക്ലിയർ അല്ലേ? നിങ്ങളറിയാം ഗർഭിണിയായിട്ടുള്ള ആൾക്കാർ ശപിച്ചു കഴിഞ്ഞാൽ വലിയ പാവാന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഗർഭിണികളെ വേദനിപ്പിച്ചാൽ വിഷമിപ്പിച്ചാൽ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? സോ ഒരു അമ്മ ഒരു ഗർഭിണിയായിരിക്കുന്ന സമയത്ത്, ഒരു ഗർഭസ്ഥ ശിശുള്ള സമയത്ത് ആ അമ്മയുടെ സ്പിരിച്വൽ കോഡ് എന്നൊക്കെ പറയുന്ന അത്രയും ഹൈ ആയിരിക്കും, അത്രയും ഇതായിരിക്കും. അവരിലൂടെ ഒഴുകുന്ന സ്പിരിച്വൽ എനർജി അവരിലേക്ക് ഓരോ സെക്കൻഡും വർഷിച്ചുകൊണ്ടിരിക്കുന്ന സ്പിരിച്വൽ ഡൗൺ പോറിംഗ് എന്ന് പറയുന്നത് അത്രയും പവറായിരിക്കും. ക്ലിയർ ആണോ? ഇതിനേക്കാളും പവറുള്ള സ്പിരിച്വൽ കോഡുള്ള ഒരാള് ഒരിക്കലും ശപിക്കുന്ന ആളായിരിക്കില്ല, അല്ലെ? ഒരു ഗർഭിണിയായിട്ടുള്ള അമ്മയുടെ സ്പിരിച്വൽ കോഡ് എത്രയോ ഹയർ ആയിരിക്കും, എത്രയോ ബിഗ്ഗർ ആയിരിക്കും. അപ്പൊ അതിനേക്കാളും ബിഗ്ഗർ ആയിട്ടുള്ള സ്പിരിച്വൽ കോഡുള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? അയാളുടെ ശാപം ഇവരെ ഏൽക്കുള്ളൂ. അങ്ങനെയുള്ള ആൾ ആരായിരിക്കും? അങ്ങനെയുള്ള ആൾ ഒരു സ്പിരിച്വൽ ടീച്ചർ ആയിരിക്കും. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ പോലും ഒരു അമ്മേനെ ശപിക്കില്ല, ഒരു ഗർഭസ്ഥ ശിശുവിനെ ശപിക്കില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു സ്പിരിച്വൽ ടീച്ചർ ചെയ്യും. പറഞ്ഞേ മനസ്സിലായോ? നമ്മളിലും കുറവ് സ്പിരിച്വൽ കോഡുള്ള ആൾക്കാർ നമ്മളെ ശപിച്ചാൽ നമുക്ക് ഏൽക്കില്ലെന്നാണോ സർ? എങ്ങനെ ഏൽക്കാം? ഒരിക്കലും ഏൽക്കില്ല. എങ്ങനെ ഏൽക്കാനാ? ഒരിക്കലും ഏൽക്കില്ല. നിങ്ങളുടെ സ്പിരിച്വൽ കോഡ് കൂടുന്നതനുസരിച്ച് നിങ്ങളുടെ ഓറ സ്ട്രെങ്തൻ ചെയ്യപ്പെടും, നിങ്ങളുടെ നല്ല ബോധമായിരിക്കും. ഈ സമയത്ത് ഒരിക്കലും നമ്മളെ അട്രാക്ട് ചെയ്യുന്ന ഒന്നും ഉണ്ടാവില്ല. ഇനി ഈവൻ രണ്ടാമത് വേറൊരാള് നമ്മളെ ശപിക്കുമ്പോൾ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്ന് വെച്ചാൽ നമ്മളിൽ വേറെ ആളെ ശപിക്കാനുള്ള ടെൻഡൻസി ഉള്ളതാണ്. പക്ഷെ ഈ ഒരു സ്റ്റേജിൽ ഇത്രയും ഹയർ സ്പിരിച്വൽ കോഡൊക്കെ വരുമ്പോൾ നമ്മൾ നല്ല ഇമോഷൻസും കാര്യങ്ങളും തോട്ട്സും ഒക്കെ തന്നെ ഉണ്ടാവും. അതാ സാർ ഞാൻ നേരത്തെ പറഞ്ഞ മെഡിറ്റേഷൻ, സ്പിരിച്വൽ കോഡ് ഉണ്ടാവൂലേ? നിങ്ങൾ ഈ സ്പിരിച്വൽ കോഡ് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവും. അത് കഴിഞ്ഞ് വേറെ എന്തെങ്കിലും ന്യൂസ് വായിച്ച് ആരെങ്കിലും ഒന്ന് ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴത്തെ അത് കുറഞ്ഞില്ലേ? ഞാൻ പോരാ, നല്ല നല്ല കാര്യങ്ങൾ മെഡിറ്റേറ്റ് ചെയ്ത് 24 മണിക്കൂർ നിങ്ങൾ സ്പിരിച്വൽ കോഡ് ഇങ്ങനെ ആക്ടിവേറ്റ് ചെയ്ത് ഇരിക്കില്ല. അങ്ങനെയൊന്നും വിശ്വസിക്കരുത്. നിങ്ങളൊരു മോശം ചിന്തയോ ഒരു നെഗറ്റീവ് ഇമോഷനോ വന്നാൽ അത് ഡൗൺ ആയി. പക്ഷെ ഗർഭിണിയായിട്ടുള്ള ഒരു അമ്മേന്റെ അവസ്ഥ അങ്ങനെയല്ല. അതാ പറഞ്ഞത്. നിങ്ങൾക്ക് എന്താ എന്നോട് ഇത്ര ദേഷ്യം? ദേഷ്യമൊന്നുമില്ല. ഇങ്ങനെ ചോദിച്ചു, ഞാൻ അങ്ങനെ പറഞ്ഞാലേ ഇങ്ങനെ പറഞ്ഞാലേ ചോദിച്ചു. തുറന്ന് പറയാത്ത ഗുരുവിനോടുള്ള തീർച്ചയായും യു ഹാവ് ദ റൈറ്റ്. ഞാൻ തമാശ പറഞ്ഞു. നിങ്ങൾക്ക് അറിയുന്നോണ്ടാട്ടോ അങ്ങനെ പറഞ്ഞു. ഞാൻ അങ്ങനെ പറയുന്ന കാര്യം നിങ്ങൾക്ക് അറിയുന്നോണ്ടാണ് നിങ്ങളോട് അങ്ങനെ പറഞ്ഞത്. സ്വാതന്ത്ര്യം തരുന്നോണ്ടാണ്. അതെ അതെ, തീർച്ചയായിട്ടും. ക്ലിയർ അല്ലേ? സോ ചാൻസസ് ആർ വെരി ലെസ്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെയൊക്കെ പിന്നിലേ നിങ്ങൾ വിചാരിക്കുക, ഒരാളും ഈ ഗർഭാവസ്ഥയിൽ ശാപം കിട്ടിയോണ്ട് വന്നെന്ന് ഒന്നും വിചാരിക്കരുത്. ഓക്കെ, ഈ ശാപം ഇയാൾ ഇവിടുന്ന് വരുന്നതിന് മുന്നേ കൊണ്ടുവരുന്നതാണ്. അയാൾ പഴയ ലൈഫിൽ ആരെങ്കിലും ഒക്കെ ശപിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് സമയത്ത് അത് മാനിഫെസ്റ്റ് ചെയ്യാം. ഗർഭാവസ്ഥയിൽ അത് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് അബോർഷന് കാരണമാവാം,
മിസ്കാരേജിന് കാരണമാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ചില വൈകല്യങ്ങളോട് ജനിക്കുന്നതിന് കാരണമാവാം. ഇതൊന്നും ഗർഭാവസ്ഥയിൽ വന്നുകൊണ്ടല്ല. ഗർഭാവസ്ഥയിലാ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ വിതച്ചത് എപ്പോഴായിരിക്കും, കൊടുത്തത് എപ്പോഴായിരിക്കും? പാസ്റ്റ് ലൈഫ്. പാസ്റ്റ് ലൈഫിൽ കൊടുത്തതായിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ അതിനെ കർമ്മ തന്നെയായിട്ട് കാണണം, കർമ്മ തന്നെയായിട്ട് കാണണം. അപ്പം ഈ എന്താ സൊല്യൂഷൻ എന്ന് ചോദിച്ചാൽ കർമ്മ ന്യൂട്രലൈസ് ചെയ്യേണ്ട സൊല്യൂഷൻ എന്താണോ അത് തന്നെയാണ് ഇതിനുള്ള സൊല്യൂഷൻ. മെഡിറ്റേറ്റ് ആൻഡ് ലേൺ ദ ലെസൺ ദാറ്റ് ടു ബി ലേൺഡ് ആൻഡ് പ്രാക്ടീസ് ഓഫ് ലോ ഓഫ് മെഴ്സി ആൻഡ് ലോ ഓഫ് ഫോർഗീവ്നെസ്. ഇതാണ് ഏത് ശാപത്തിനാണെങ്കിലും എന്ത് കാർമിക് ദോഷത്തിനാണെങ്കിലും ഉള്ള സൊല്യൂഷൻ. ആത്യന്തികമായുള്ള സൊല്യൂഷൻ അതാണ്. ക്ലിയർ? ക്ലിയർ സർ. സോ ചോദ്യം കുറച്ച് വലുതാണെങ്കിലും നല്ല ചോദ്യമായിരുന്നു. താങ്ക് യു. താങ്ക് യു ഹാപ്പി. നമസ്തേ. നമസ്തേ സർ. താങ്ക് യു എവ്രിവൺ. ഞാൻ എൻ്റെ ഡ്യൂട്ടി നന്ദി പറയാന്നുള്ളതാണ്. ഇവിടെ സാറിന്റെ സെഷൻ ഭയങ്കര നല്ല സെഷൻ ആയിരുന്നു. അപ്പൊ ഞാൻ സത്യം പറഞ്ഞ എല്ലാവരുടെയും പേരിൽ നന്ദി പറയുന്നതാണ്. സ്കൂൾ ഓഫ് വെർച്യൂസിന്റെയും ഇവിടെ ഞങ്ങൾക്ക് ഇത്ര നല്ല സെഷൻ തന്നതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അപ്പോൾ അതിനൊരു ഗ്രാറ്റിറ്റ്യൂഡായിട്ട് ഞാൻ സാർ പറഞ്ഞത് സമ്മറൈസ് ചെയ്യാം. അതെങ്കിലും ഒരു ചെറിയ ഗസ്റ്ററാണ് ഞങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ. അപ്പൊ സാർ പറഞ്ഞ പോയിന്റ്സ് ഇതൊക്കെയാണ്. ഒരിക്കലും നമുക്കൊരു പ്രോബ്ലം വരുമ്പോ അത് എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. നമ്മൾ എവിടെയെങ്കിലും വിതച്ചിട്ടുണ്ടാവും. ആള് ഏതെങ്കിലും ഒരാള് നമ്മള് അതിന് നമുക്ക് ആ ഹേർട്ട് തരുവാണെങ്കിൽ അയാൾ പോസ്റ്റ് പാൻ മാത്രമാണ് എന്നുള്ളതാണ് മെയിൻ ആയിട്ട് സാറ് പറഞ്ഞത്. പിന്നെ സാറ് പല ലെവലിലുള്ള മാനിഫെസ്റ്റേഷൻസിനെ പറ്റി പറഞ്ഞു. ഇത് മെന്റൽ ലെവലിൽ ആദ്യം പറഞ്ഞു. അത് മെന്റൽ ക്രിറ്റിസിഷനെ പറ്റിയാണ് സാറ് പറഞ്ഞത്. അത് സാർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് പറഞ്ഞു. സാർ ആദ്യം പറഞ്ഞു നമ്മൾ ക്രിറ്റിസിഷൻസ് എപ്പോഴും മെന്റലി ആണ് വിതയ്ക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അത് ഇമോഷണൽ സ്റ്റേറ്റിലോട്ട് കിടക്കും. അത് കഴിഞ്ഞിട്ടാണ് അത് ഫിസിക്കലൈസ് ചെയ്യുന്നത്. അപ്പൊ കുറെ സ്റ്റേജ് ഉണ്ട്. അപ്പൊ എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് അതിനെ കറക്റ്റ് ചെയ്യാനുള്ള കുറെ അവസരങ്ങൾ ഉണ്ടെന്നാണ് എനിക്കത് ടേക്ക് അവേ ആയിട്ട് മനസ്സിലായത്. കാരണം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, ഞാൻ ആരും ക്രിട്ടിസൈസ് ചെയ്യണില്ലല്ലോ, പിന്നെ എന്താ എല്ലാവരും എൻ്റെ നെഞ്ചത്തോട്ട് തന്നെ, അങ്ങനെ ഒരു സ്റ്റൈലിൽ ഞാൻ എപ്പോഴും ആലോചിക്കും. പക്ഷെ മെന്റൽ ക്രിറ്റിസിഷൻ ശരിയാണ്. നമ്മൾ ആരെങ്കിലും ഹേർട്ട് ചെയ്യുമ്പോൾ അത്രയും ഭയങ്കരമായിട്ട് നമുക്ക് അവരെ ബ്ലെസ് ചെയ്യാനൊന്നും തോന്നാറില്ല. ഉള്ളിലെങ്കിലും നമ്മൾ അവരെ കൂടി മെന്റലി തല്ലുപിടിക്കും. നേരെ പറയാനുള്ളത്, മിക്കപ്പോഴും എൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു ഹേർട്ട് ആയിട്ടുള്ളൊരു ദിവസം ഉള്ളപ്പോൾ ഞാൻ മനസ്സിലാണ് തല്ലുപിടിക്കണമെങ്കിലും ചിലപ്പോൾ എൻ്റെ മോൻ എന്നോട് ചോദിക്കാറുണ്ട്, അമ്മ എന്താ പറയണേ? അപ്പോഴാണ് ഞാൻ ഓർക്കണേ ഞാൻ ഉള്ളിലുള്ളത് പുറത്തോട്ട് പറയണേ. അപ്പൊ അത് ശരിക്കും റിയലാണ്. മെന്റലി നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യും, പുറത്ത് പറയണില്ല, അയാളോട് പറയണില്ല എന്നുള്ളത് അനുഭവങ്ങളിലൂടെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് സാറ് പറഞ്ഞത് എക്സാക്റ്റ് ആണ്. അപ്പൊ നെക്സ്റ്റ് ടൈം നമ്മൾ മെന്റലി ക്രിട്ടിസൈസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു മിനിറ്റ് നമ്മൾ ആലോചിക്കും ഇന്നെ റിഫ്ലക്ഷൻ ചെയ്യാനായിട്ട്. അത് ഭയങ്കര പവർഫുൾ ആണ്. അത് ഞങ്ങൾക്കുള്ള ആക്ഷൻ ഐറ്റം ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഓർക്കും നമ്മൾ സ്ട്രേഞ്ചേഴ്സിനാണ് ക്രിറ്റിസിഷൻ കൊടുക്കണേന്ന്. ചിലപ്പോൾ നമുക്ക് തിരിച്ചു കിട്ടുന്നത് വീട്ടിലുള്ള ആൾക്കാർ, നമ്മുടെ ഏറ്റവും സ്നേഹമുള്ള ആൾക്കാരുടെ അടുത്ത് നിന്നായിരിക്കും. അപ്പൊ നമുക്ക് ഒരുപാട് ഹേർട്ടാവും. ചിലപ്പോൾ നമ്മൾ ഓർക്കും നമ്മുടെ വീട്ടുകാരല്ലേ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യണേന്ന്. അപ്പോഴും നമ്മൾ ഓർക്കും അവർ സ്നേഹം കൊണ്ട് എന്നോട് ക്ഷമിക്കുമല്ലാന്ന്. പക്ഷെ കിട്ടുന്ന ചിലപ്പോൾ ഒരു പബ്ലിക് ഫോറത്തിലായിരിക്കും. അതും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ സാർ ഈ പറഞ്ഞതെല്ലാം 100% 200% സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇത് ഓരോ ലൈഫ് എക്സ്പീരിയൻസിൽ കൂടി കടന്നു പോകുമ്പോൾ ഈ പറഞ്ഞ ഡേറ്റ ഒക്കെ വാലിഡേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് സാർ പറഞ്ഞത്. അതും വാലിഡേറ്റ് ചെയ്യാൻ മാത്രമല്ല, അത് ശരിക്കും നെക്സ്റ്റ് ടൈം ഒന്ന് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും ആലോചിക്കും. പിന്നെ ഓഫീസിൽ നമ്മൾ പ്രൊഡക്റ്റീവ് അല്ലാത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ ബാക്കിയുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യും, അവരുടെ ജോലിനെ ക്രിട്ടിസൈസ് ചെയ്യും. നമ്മളെപ്പോഴും ഓർക്കും എന്തുകൊണ്ടാണ് ഞാൻ പ്രൊഡക്റ്റീവ് അല്ലാത്തതെന്ന്. അപ്പൊ അത് ഒരിക്കലും നമ്മൾ ഓർക്കില്ല നമ്മൾ വേറൊരാളെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് എനിക്ക് ജോലിയിൽ 100% കൊടുക്കാൻ പറ്റാത്തതെന്ന്. അപ്പൊ അതും എല്ലാം എന്ന് വെച്ചാൽ കുറെ പോയിന്റ്സ് ഉണ്ടായിരുന്നു. ഇതെല്ലാം ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഓരോ മേഖലയിലും, ഓഫീസിലാണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും, അതുപോലെ ഹെൽത്ത് ഇഷ്യൂ വരുമ്പോഴേക്കും നമ്മളെപ്പോഴും ഓർക്കില്ല, നമ്മൾ മനസ്സിൽ ഒരാൾക്ക് വേണ്ടി അങ്ങനെ ഹോപ്പ് ചെയ്തിട്ടില്ല അവരുടെ നല്ലതിന് വേണ്ടിയിട്ടെന്ന്. അപ്പൊ എപ്പോഴെങ്കിലും നമ്മൾ അത് നല്ല അവസരമാണ് നമുക്ക് ഇങ്ങോട്ട് കൊയ്യാതിരിക്കാനായിട്ട്. എന്താ വെച്ചാൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ളപ്പോൾ നല്ല ഹോപ്പ്, നല്ല ബ്ലെസ്സിങ്സ്, നല്ല പ്രേയേഴ്സ് ലാവിഷായിട്ട് കൊടുക്കാൻ നമ്മളെല്ലാവരും ട്രൈ ചെയ്യണം. അതാണ് നമുക്ക് ഇതിനകത്തുള്ള ടേക്ക് അവേ. പിന്നെ സാർ പറഞ്ഞ ഫിനാൻഷ്യൽ നമുക്ക് പറ്റണില്ല എന്ന് നമ്മൾ എപ്പോഴും ആലോചിക്കും. അപ്പൊ ഇനി തുടങ്ങി നമുക്ക് അതിലൊരു ഫ്യൂച്ചർ ഡേറ്റ് ഇടാം. നമുക്ക് എന്തെങ്കിലും പറ്റാത്തൊരു സാധനം കാണുമ്പോൾ എപ്പോഴെങ്കിലും ഞാൻ അത് മേടിക്കും. എൻ്റെ കറന്റ് സിറ്റുവേഷനിലല്ല, എപ്പോഴെങ്കിലും എന്നുള്ളൊരു ചിന്തയിലോട്ടെങ്കിലും അതിനെ നമുക്ക് ട്വിസ്റ്റ് ചെയ്യാൻ നോക്കാം. അപ്പൊ അതും ഒരു ഭയങ്കര വലിയ പോയിന്റാണ്. നിറച്ചും പോയിന്റ്സ് ആയിരുന്നു. ഇത് പോയിന്റ്സ് എഴുതാതിരിക്കാൻ പറ്റില്ല.
അതുപോലെയായിരുന്നു. പിന്നെ സെൽഫ് ഹീലിംഗിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി സാർ പറഞ്ഞു. നമ്മൾ പ്രാണിക് ഹീലേഴ്സ് ആണ് മിക്കവരും. അപ്പൊ നമുക്ക് സെൽഫ് ഹീലിംഗ് ചെയ്യുന്നതിലൂടെ കുറെ കർമ്മ നമ്മുടെ ഫിസിക്കലൈസ് ആവാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. അത് ഫിനാൻഷ്യൽ ആയിട്ടാണെങ്കിലും ഇമോഷണൽ ആയിട്ടാണെങ്കിലും നമ്മുടെ ഇൽ ഹെൽത്ത് ആയിട്ടാണെങ്കിലും. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രാണിക് സൈക്കോതെറാപ്പി ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിൽ ഒരുപാട് ഡിഫറൻസ് വരും. അതും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. തീർച്ചയായും ചെയ്തു നോക്കണം. അപ്പൊ നമുക്കത് പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ ചേഞ്ച് ആവും. സാറ് പറഞ്ഞ കുറെ കാര്യങ്ങളും റിലേറ്റബിൾ ആണ്. ഇതൊരു റിമൈൻഡറും ആണ് ചെയ്യുന്ന ആൾക്കാർക്ക്. പിന്നെ പ്രാണിക് ഹീലിംഗിലൊന്നും ഇല്ലാത്ത ആൾക്കാർക്കാണെങ്കിലും സോൾട്ട് വാട്ടർ ബാത്തും അങ്ങനെയുള്ള പ്രാക്ടീസസ് ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും നമ്മളെ ഇങ്ങനെ നമ്മുടെ എനർജി ക്ലെൻസ് ചെയ്ത് വെക്കാൻ. കാരണം സാർ പറഞ്ഞു എനർജറ്റിക്കലി ആണ് എപ്പോഴും കർമ്മ മാനിഫെസ്റ്റ് ചെയ്യണേ. അത് കഴിഞ്ഞിട്ടാണ് അത് ഫിസിക്കലി മാനിഫെസ്റ്റ് ചെയ്യണേ. അപ്പൊ ഇതുവഴിയും സാർ പറഞ്ഞ ടോപ്പിക്കിലോട് വരാതിരിക്കാൻ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഏറ്റവും ഇഷ്ടമായത് എനിക്ക് ലീന ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. മരിക്കാൻ കിടക്കുന്ന സമയത്ത് നമുക്ക് ഒരാളുടെ അടുത്ത് കാരുണ്യം കാണിക്കാം. അത്ര വേഴ്സ്റ്റ് സിറ്റുവേഷനിൽ നമ്മളെല്ലാവരും ഓർക്കും ഷോ അയാളൊന്ന് സമാധാനമായിട്ട് പോയാൽ മതിയായിരുന്നു എന്ന്. ആ സിറ്റുവേഷനിൽ വരും നമ്മൾ ഹോപ്പ് ചെയ്യുന്ന കാര്യം ഒരിക്കലും ഒരാൾ ഓർത്തിട്ടുണ്ടാവില്ല, ഐ ബെറ്റ്. അപ്പൊ അത് ആ സിറ്റുവേഷനിൽ വരെ നമുക്ക് കാരുണ്യം കാണിക്കാൻ പറ്റും. അവിടെയും ഒരു സ്കോപ്പ് ഉണ്ടെന്നുള്ളതും അതൊരു റിയലൈസേഷൻ ആയിരുന്നു എന്ന്. അപ്പൊ ഇത്രയാണ് ഞാൻ സമറൈസ് ചെയ്തത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഗീസൽ. ആ നോട്ട് എനിക്ക് ഒന്ന് അയച്ചു തരണേ. ഡെഫിനറ്റ്ലി. താങ്ക് യു സർ. സാറിന്റെയും So, ഹേസൽ എല്ലാവരും ചേച്ചിയുടെയും appreciate ചെയ്യും. ഒരു അനുമതിയോടുകൂടി ഒരു വാചകം കൂടി ഞാൻ പറഞ്ഞെടുക്കും. ഇതിൽ വിട്ടുപോയ ഒരു കാര്യമാണ് ഹേസൽ സിസ്റ്റർ പറഞ്ഞതിൽ ഞാൻ നോട്ട് ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. നമുക്ക് ആരോഗ്യം ഉള്ള സമയത്തെ ഈ രോഗമുള്ള ഒരാളെ അയാളെ സുഖപ്പെടുത്താൻ നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുക. അതോടൊപ്പം ആ രോഗാവസ്ഥ നമുക്കില്ലെങ്കിൽ നമുക്ക് ആ രോഗമില്ലാതെ ഉള്ള ആ അവസ്ഥയ്ക്ക് നന്ദി പറയുക. ഇതുകൂടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിട്ട് തോന്നി. അത് കേസിലേച്ചി വിട്ടുപോയും തോന്നി. രണ്ടുപേരുടെ അനുമതിയോടുകൂടി അതുകൂടെ ഞാനൊന്ന് ഞാനും അത് എഴുതി വെക്കാം. സോ നല്ലൊരു കാര്യം നിങ്ങൾ ഇതേപോലെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഇൻവോൾവ് ആയിട്ട് ഇരിക്കുന്നു, നന്നായിട്ട് അതിൽ കോപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ളത് സെൻസ് ചെയ്യുന്നുണ്ട്. സോ താങ്ക് യു. ഓക്കെ. സോ നിങ്ങൾ അറിയുന്നത്ര ഇത് നോക്കൂ, ഇതിന് നിങ്ങൾക്ക് ഒരു റെസ്ട്രിക്ഷൻ ഇല്ല ഇങ്ങനത്തെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ. ആർക്കും പങ്കെടുക്കാം. സോ നിങ്ങൾ കഴിയുന്നത്ര ആളുകളിലേക്ക് സ്കൂൾ ഓഫ് വെർച്യൂസിന്റെ ലിങ്ക് വാട്സപ്പ് ലിങ്കും ഡീറ്റെയിൽസും നിങ്ങൾ അയച്ചു കൊടുക്കുക. അവരോട് ജോയിൻ ചെയ്യാൻ പറയാം. ധാരാളം ആൾക്കാർ, അത് തന്നെ വലിയ കർമ്മയാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് ടീച്ചിങ്സ് മറ്റുള്ള ആൾക്കാരിലേക്ക് എത്തിക്കാൻ നമ്മളൊരു കാരണക്കാരാവണം. ഓക്കെ. സോ താങ്ക് യു. നമസ്തേ. താങ്ക് യു സർ. ആത്മ നമസ്തേ. നമസ്തേ ഷാജിയേട്ടാ.